അസ്സലാമു അലൈക്കും. ആദ്യത്തെ സെഷൻ ഇവിടെ അവസാനിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത് വിഷയം അവതരിപ്പിച്ച നാസർ സുല്ലമിയോട് ഫൈസൽ മുസ്ലിയാരുടെ ചോദ്യോത്തര സെഷനാണ് വരുന്നത്. 5 ചോദ്യവും 5 ഉത്തരവും. ഇൻഷാ അല്ലാഹ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുടങ്ങാം. മുഹമ്മദ് അലി മുഹമ്മദ്. സഹോദരന്മാരെ, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ചോദ്യത്തിനുള്ള അവസരമാണ്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും കാലം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ദഅവത്ത് വേദികളിൽ കാണാതിരുന്ന ബഹുമാന്യനായ നാസർ സുല്ലമി എന്നല്ല, 2010 വരെ മടവൂരി വേദികളിൽ ഞങ്ങൾക്കെല്ലാം എതിരെ ശിർക്ക് ആരോപിച്ചിരുന്ന കൂട്ടത്തിൽ നടന്ന ആൾ എ.പി. അബ്ദുൽ ഖാദിർ മൗലവി നേതൃത്വം നൽകുന്ന മൗലവി വിഭാഗം മുജാഹിദർ ശിർക്കിലേക്ക് പോയി എന്ന് CP ഉമർ സുല്ലമിയും എടവണ്ണ അബ്ദുസ്സലാം സുല്ലമിയും കുബൂരികളെ പത്രത്തിന് അഭിമുഖം നൽകുമ്പോൾ ആ കൂട്ടത്തിൽ ഉള്ള ആൾ. അതുകൊണ്ടൊന്നും ഒരാൾ മാറാൻ പാടില്ല എന്ന് അതിനർത്ഥമില്ല. മാറിയാൽ നമ്മൾ അംഗീകരിക്കും, പക്ഷെ മാറിയോ ഇല്ലേ അതാണല്ലോ വിഷയം. ഏതായിരുന്നാലും അദ്ദേഹം വന്ന് ഇവിടെ KNM-ൻ്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട വേദികളിൽ കടന്നു വരികയും അങ്ങനെ ബഹുമാനായ ഹുസൈൻ സലഫി അടക്കമുള്ള, സക്കരിയ സുലാഹി അടക്കമുള്ള, അബ്ദുൽ ജബ്ബാർ മൗലവി അടക്കമുള്ള ഇരുത്തവും തഴക്കവും പഴക്കവും ചെന്ന പണ്ഡിതന്മാരും പ്രബോധകന്മാരുമായ ആളുകൾ അവർക്കെതിരെയെല്ലാം ശിർക്ക് ആരോപിക്കുകയും അത് സാധാരണക്കാർക്കിടയിലേക്ക് അത് പ്രചരിപ്പിക്കുകയും കുവൈത്തിലെ ഹിയാത്തുറാസിൻ്റെയും സൗദി അറേബ്യയിലെ ഷെയ്ഖ് ഈദാനിൻ്റെയും എല്ലാം നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് വ്യാപകമായി ഈ ശിർക്ക് ആരോപണവുമായി ഇറങ്ങുകയും ചെയ്യുന്നു. അതിന് അദ്ദേഹം അടിസ്ഥാനമായി പറഞ്ഞ കാര്യം ഒരു സബബ് എന്ന ഒരു പുതിയ കണ്ടുപിടുത്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സബബ് എന്താണെന്ന് മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് അത്തരമൊരു ഗതി വന്നത്. ഏതായിരുന്നാലും വ്യാപകമായി നാട് നീളെ അയാൾ പറയുന്നു, ജിന്നിനെയും മലക്കിനെയും മനുഷ്യനെ സഹായിക്കാൻ സബബാക്കിയിട്ടില്ല. അല്ലെങ്കിൽ ജിന്നിനെ മലക്ക് വേണമെന്ന് വിചാരിക്കോട്ടെ, നമ്മൾ വിഷയമില്ലല്ലോ. ജിന്നിനെ മനുഷ്യനെ സഹായിക്കാൻ അല്ലാഹ് സബബാക്കിയിട്ടില്ല, അതുകൊണ്ട് എന്ത് ചോദിച്ചാലും ശിർക്ക് എന്നാണല്ലോ നാസർ സുല്ലമിയുടെ വാദത്തിൻ്റെ ആകത്തുക. ശരി, പക്ഷെ അങ്ങനെയാണെങ്കിലും ജിന്നുകൾ ഇവിടെ പലരെയും സഹായിക്കാമെന്നത് പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണല്ലോ. ജിന്നിൽപ്പെട്ട പിശാചുക്കൾ പലരെയും ഉപദ്രവിക്കുമെന്നുള്ളതും പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണല്ലോ. നേരത്തെ ഞാൻ ഓതിയ ആയത്തിൽ തന്നെ പറഞ്ഞുവല്ലോ, ഇസ്തിംതാ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഉപകാരമെടുക്കൽ. ഇസ്തിംതാ, അങ്ങോട്ടുമുണ്ട് ഉപകാരമെടുക്കൽ, ഇങ്ങോട്ടുമുണ്ട് ഉപകാരമെടുക്കൽ. അതെന്തായാലും സബബിന് പുറത്താവില്ലല്ലോ. ആ ഇസ്തിംതാ സബബിന് പുറത്താവില്ലല്ലോ, സബബിന് ഉള്ളിലാണല്ലോ. കാരണം സമ്മേളന പ്രചാരണത്തിന് നാം ഇറക്കിയ നവോത്ഥാനത്തിന് നൂറ്റാണ്ടെന്ന പുസ്തകത്തിൽ പറഞ്ഞു, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി മനുഷ്യ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുന്ന ഒരേ ഒരു ശക്തി പ്രപഞ്ചാതീതനായ ജഗന്നിയന്താവ് മാത്രമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഇടപെടാൻ റബ്ബിനെ കഴിയൂ. ജിന്നാവട്ടെ മനുഷ്യനെ സഹായിക്കാൻ സബബല്ല എന്ന് നിങ്ങൾ പറയുകയും ചെയ്യുന്നു. എങ്കിൽ ജിന്നുകൾ മനുഷ്യന്മാരെ സഹായിക്കുന്നു, പിശാചുകൾ മനുഷ്യന്മാരെ ഉപദ്രവിക്കുന്നു എന്നതൊക്കെ സബബിനെ പുറത്താകണമല്ലോ. അപ്പോൾ സബബിനെ പുറത്തു നിന്നും ഈ സബബില്ലാതെയും ഈ കാര്യകാരണ ബന്ധമില്ലാതെയും പലർക്കും സഹായിക്കാൻ കഴിയുമെന്ന സാക്ഷാൽ കാന്തപുരം ഖുറാഫികളുടെ വാദമാണല്ലോ ഇതിലൂടെ വന്നു ചേരുന്നത്. കാരണം അവർ വാദിച്ചു, മൊഹീദ്ദീൻ ഷെയ്ഖ് സഹായിക്കും, റിഫായി ഷെയ്ഖ് സഹായിക്കും, ബദരീങ്ങൾ സഹായിക്കും. എങ്ങനെ? കാര്യകാരണ ബന്ധമൊന്നും വേണ്ട, ഭൗതിക സംവിധാനമൊന്നും വേണ്ട, അഭൗതികമായി തന്നെ സഹായിക്കുമെന്ന് അവർ പറഞ്ഞു. വൽ മലായികത്തു ബഅദ ദാലിക ദഹീർ എന്ന ആയത്തോതിയിട്ട് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിം പ്രസംഗിച്ചിരുന്നു, മലക്കിന്റെ സഹായം അഭൗതികമാണ്. അമ്പലക്കടവ് ഫൈസി പറഞ്ഞിരുന്നു, മലക്കിന്റെ സഹായം അഭൗതികമാണ്. അത് തന്നെ ഇപ്പോൾ സുല്ലമിയും പറയുന്നു, ജിന്നും മലക്കും അഭൗതികമാണ്, ഒരു സഹായം അഭൗതികമാണ് എന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു അസിൽ നിന്നുകൊണ്ട്, ഈ ബേസിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നെസ് കൊണ്ടോ ഹിസ് കൊണ്ടോ, ആ 2 രൂപത്തിലാണ് കാര്യകാരണ ബന്ധം എന്നാണല്ലോ സുല്ലമി വിശദീകരിക്കാറ്. പഞ്ചേന്ദ്രിയം കൊണ്ടോ പ്രമാണം കൊണ്ടോ ഈ നെസ്സിലും ഹിസ്സിലും സബബായി നിശ്ചയിച്ചെന്ന് നാം അറിയാത്ത ഒന്നിനെ നെസ്സിലും ഹിസ്സിലും
സബബായി നിശ്ചയിച്ചുവെന്ന് നാം അറിയാത്ത ഒന്നിനെ ഒരാൾ സബബായി ഉപയോഗപ്പെടുത്തിയാൽ അത് നിരുപാധികം ശിർക്കാണെന്ന്, മുത്ലഖൻ ശിർക്കാണെന്നതിന് ആയത്തോതാമോ, ഹദീസ് ഉദ്ധരിക്കാമോ? ഉദ്ധരിക്കുകയാണെങ്കിൽ ആ ആയത്തും ഹദീസും മുൻഗാമികളായ സഹാബിമാരോ താബികളോ താബികളിലോ ആരാണ് ഈ രൂപത്തിൽ വ്യാഖ്യാനിച്ചത്? ഇസ്ലും നെസ്ലും സബബായി നാം അറിയാത്ത ഒന്നിനെ ഒരാൾ സബബായി ഉപയോഗിച്ചു, അത് ശിർക്കാണെന്ന്, മുത്ലഖൻ ശിർക്കാണെന്ന് ഏതായത്ത്, ഏത് ഹദീസ് സഹാബിയോ താബിയോ വിശദീകരിച്ചുവോ? അപ്പോൾ സഹോദരങ്ങളെ, കഴിഞ്ഞ ഒരു സെഷന് ശേഷം രണ്ടാമത് ബഹുമാനനായ ഫൈസൽ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ്. ഇവിടെ വളരെ കൃത്യമാണ് എന്താണ് നമുക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം. ഈ അഭിപ്രായ വ്യത്യാസം വാദം എന്താണ് എന്ന് വളരെ കൃത്യമായി തെളിയിച്ചതിൻ്റെ, എഴുതി വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ അടിസ്ഥാനമനുസരിച്ച് ജിന്നുകളോട് സഹായം ചോദിക്കുന്നതിൽ ഹറാമായത് അല്ല, ഷിർക്കാകുന്നതും വസീലത്ത് ഷിർക്കാകുന്നതുമുണ്ട് എന്നാണ് ഈ വ്യവസ്ഥയുടെ വാദമായി ഫൈസൽ മുസ്ലിയാർ കൊണ്ടുവന്നത്. ഞാൻ എൻ്റെ വാദത്തിൽ ജിന്നുകൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമാണ്, അഭൗതികമാണ്. അതിനാൽ അവയ്ക്ക് നൽകപ്പെട്ടതോ അല്ലാത്തതോ ആയ ഏത് സഹായ ചോദ്യവും ഷിർക്കാണ്. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ചർച്ച കേരളക്കരയിൽ വരാനുള്ള സാഹചര്യവും മറ്റുമൊക്കെ നേരത്തെ പറയുകയുണ്ടായി. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു വാദം ജബ്ബാർ മൗലവി കൊണ്ടുവരികയും ആ വാദം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തിന് യോജിച്ചതല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ആ സന്ദർഭത്തിലാണ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വാദം ചാടിക്കൊണ്ട് ഈ ആളുകൾ പുതിയ പുതിയ അടവുകളിലേക്ക് പോയത്. ആ അടവുകൾ അവസാനം എത്തിപ്പെട്ടത് ഇപ്പോൾ ഖുർആനിലെ ഒരു ആയത്ത് ഓതുകയും ആ ആയത്ത് ഓതിയിട്ട് സിന ചെയ്യുന്ന വിഷയത്തിലുള്ള ഇസ്തിംതാഴ് വായിക്കുകയും ചെയ്തുകൊണ്ട് ഇത് നമ്മുടെ വിഷയവുമായി ബന്ധമില്ലാത്തതാണ് എന്ന് വ്യക്തമാക്കിയിട്ട് പോലും ആ വിഷയത്തിലേക്ക് വരാൻ തയ്യാറാവാതെയുള്ള ഒരു മറുപടിയാണ് കഴിഞ്ഞ 5 ചോദ്യങ്ങളിൽ മറുപടി പറഞ്ഞപ്പോഴും ഫൈസൽ മുസ്ലിയാർ അനുവർത്തിച്ചത്. ഞാൻ എൻ്റെ ബഹുമാനനായ സുഹൃത്ത് അബ്ദുൽ മാലിക് മൊറയൂറൊക്കെ കൂടെയുള്ളത് കൊണ്ടും കുറേ കിതാബ് കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത് കൊണ്ട് വാദം തെളിയിക്കാൻ കൃത്യമായ പ്രമാണം ഉദ്ധരിക്കും എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അദ്ദേഹം പറയുന്നത് ആയത്തോതിയിട്ടുണ്ട് എന്നാണ്. ഇതുപോലെയാണ് എങ്കിൽ കാന്തപുരം മോദി ആയത്ത് മുജാഹിദുകൾ തെളിവായി സ്വീകരിക്കേണ്ടി വരും. കാരണം മരിച്ചുപോയ അമ്പിയാക്കളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ കാന്തപുരം മോദി ആയത്ത് വസൽമൻ അർസലാമിൻ കബിലിക്ക എന്നാണ്. ആ ആയത്തേൻ്റെ അദ്ദേഹത്തിനെതിരാണ്. എന്നതുപോലെ ഫൈസൽ മുസ്ലിയാർ ഇവിടെ ഓതിയിരിക്കുന്ന ആയത്ത് അദ്ദേഹം ഇവിടെ സ്ഥാപിച്ച വാദത്തിനുള്ളതല്ല എന്നും അങ്ങനെ ഒരു വിശദീകരണം പൂർവികരായ ആളുകൾ നൽകിയിട്ടില്ല എന്നും വളരെ കൃത്യമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവന് ചോദിക്കാവുന്ന ഇസ്തിആനത്ത്, ആ ഇസ്തിആനത്ത് 2 വിധമാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം നടത്തുന്ന സഹായ ചോദ്യം. ആ സഹായ ചോദ്യം അല്ലാഹു അല്ലാത്തവരോട് നടത്തിയാൽ അത് തീർച്ചയായും ശിർക്ക് തന്നെയാണ്. എന്നാൽ അതിൽപ്പെടാതെ മനുഷ്യന്മാർ പരസ്പരം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സഹായ ചോദ്യം അങ്ങനെ ചോദിക്കാമെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ്റെ ജീവിതത്തിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പഠിപ്പിച്ചു തന്നതാണ് അത് ശിർക്കാവാതിരിക്കാനുള്ള സബബ്. ആ സബബിൻ്റെ അടിസ്ഥാനത്തിലാണ്
മനുഷ്യർ പരസ്പരം ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായ ചോദ്യങ്ങൾ അല്ലാഹു തആല അനുവദിച്ചതാണ്. കാര്യകാരണ ബന്ധം എന്ത് എന്ന് നമ്മുടെ ഫൈസൽ മുസ്ലിയാർക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് കാര്യകാരണ ബന്ധം? കാര്യകാരണ ബന്ധം വളരെ കൃത്യമായി മനസ്സിലാക്കാം. നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അത് കാര്യകാരണ ബന്ധത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ ഖുർആനിലോ സഹീഹായ ഹദീസിലോ എവിടെയെങ്കിലും മനുഷ്യന്മാർ പരസ്പരം ചെയ്യാവുന്ന സഹായ ചോദ്യം അനുവദനീയമാണ് എന്ന് അല്ലാഹു തആല അനുവദിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലാഹു തആല അവിടെ നമുക്കത് സബബാക്കി വെച്ചിരിക്കുന്നു. അതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ മുഹമ്മദ് അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ സൂറത്ത് ഫാത്തിഹയുടെ വിശദീകരണത്തിൽ അദ്ദേഹം എന്താണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞതിൽ നിന്ന് അഥവാ അള്ളാഹുവോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ, അള്ളാഹു അല്ലാത്തവരോട് സഹായ ചോദ്യം അത് ശിർക്കാകും എന്ന് പറഞ്ഞ് വിശദീകരിച്ചതിന് കഴിഞ്ഞതിന് ശേഷം അമാനി മൗലവി പറയുന്നു, ഈ പറഞ്ഞതിൽ നിന്ന് സൃഷ്ടികളോട് യാതൊരു കാര്യത്തിലും സഹായം അർത്ഥിക്കേണ്ടതില്ലെന്നോ അർത്ഥിച്ചുകൂടാ എന്നോ ധരിക്കേണ്ടതില്ല. അള്ളാഹു പറയുന്നു വതആവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യമായ കാര്യത്തിലും ഭയഭക്തിയിലും അഥവാ സൂക്ഷ്മത പാലിക്കുന്നതിലും നിങ്ങൾ അന്യോന്യം സഹായം നൽകുവിൻ. മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള കഴിവിൽപ്പെട്ടതും ശ്രദ്ധിച്ചോ എന്താണ് കാരണമെന്ന് മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള കഴിവിൽപ്പെട്ടതും നല്ലതുമായ ഏത് കാര്യങ്ങളിലും പരസ്പരം സഹായ സഹകരണം ചെയ്യണമെന്ന് സാരം. അപ്പോൾ മനുഷ്യന് മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന വിഷയമാണ് എങ്കിൽ ആ സഹായ ചോദ്യം അത് അല്ലാഹു തആല നമുക്ക് പരസ്പരം ചോദിക്കുന്നതിനുള്ള കാരണമാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അതിനപ്പുറം നമുക്ക് ചോദിക്കണമെങ്കിൽ അല്ലാഹു കാരണമാക്കി വെക്കണം. അല്ലാഹു കാരണമാക്കി വെക്കാത്ത ഒരു ചോദ്യം അത് ജിന്നുകളോട് ചോദിച്ചാൽ, അത് മലക്കുകളോട് ചോദിച്ചാൽ അത് ശിർക്കാവും. അതുതന്നെയാണ് എൻ്റെ വിഷയാവതരണത്തിലും ഞാൻ വളരെ കൃത്യമായി ലജ്നത്തു ദായിമയുടെ ഫത്വയായി ഇവിടെ എടുത്തു കൊടുത്തപ്പോൾ ആ ഫത്വയിൽ വളരെ കൃത്യമായി പറഞ്ഞു, അല്ലാഹു ആരോടൊക്കെയാണ് സഹായം തേടൽ അനുവദനീയമല്ലാത്തത്, ആരോടാണ് അനുവദനീയമുള്ളത് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ജിന്നിനോട് അനുവദനീയമല്ല, കാരണം അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. എന്നിട്ട് ഈ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ഈ ഇസ്തിആനത്ത് ജിന്നിനോടായാലും മലക്കിനോടായാലും മനുഷ്യരോടായാലും മറ്റുള്ളവരോടായാലും അത് ശിർക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അനുവദനീയമായതിനുള്ള കാരണം, മനുഷ്യർ തമ്മിൽ സഹായം ചോദിക്കൽ അനുവദനീയമാകാനുള്ള കാരണം, അതിനുള്ള സബബ്, അതാണ് ലജ്നത്ത് ദായിമയുടെ ഫത്വയിൽ പറഞ്ഞത്. ഇല്ലാ മഅൽ ഖാദിർ, കഴിവുള്ളവനായിരിക്കണം, അൽ ഹയ്യ് ജീവിച്ചിരിക്കുന്നവരായിരിക്കണം, അൽ ഹാളിർ ഹാളിറായിരിക്കണം. ഇത് മനുഷ്യന് പഞ്ചേന്ദ്രിയത്തിലൂടെ അനുഭവേദ്യമാവേണ്ട സംഗതിയാണ്. അതുകൊണ്ടാണ് ഹസ്സിയാവണം, ആദിയാവണം. കെ എം മൗലവി അടക്കമുള്ളവർ ആദിയായ സബബിൽപ്പെട്ടത് മനുഷ്യന്മാർ പരസ്പരം ചോദിക്കുന്നതിന് വിരുദ്ധമല്ല, അത് വിരോധമില്ല എന്ന് പറയാനുള്ള കാരണം, ആദിയായ സബബ് മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണാൻ, കാതുകൊണ്ട് കേൾക്കാൻ, തൊലി കൊണ്ട് തൊട്ടറിയാൻ, അതുപോലെ തന്നെ നാവ് കൊണ്ട് രുചിച്ചറിയാൻ, നാസേന്ദ്രിയങ്ങൾ കൊണ്ട് മണത്തറിയാൻ, ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവേദ്യമാകുന്ന കാര്യങ്ങളിലൂടെയാണ് ഒരു മനുഷ്യൻ പരസ്പരം സഹായം ചോദിക്കുന്നത് അനുവദനീയമായിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ ഈ പ്രയോഗത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ഹിദായത്ത് എന്നാണ്. ഹിദായത്ത് എന്ന പദമാണ് ഖുർആൻ ഇതിനുപയോഗിച്ചത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് പോയി. ഫറോവ ചോദിച്ചു, റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖ സുമ്മ ഹദാ. റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ
ഖൽഖഹു, നമ്മുടെ സൃഷ്ടാവ് എല്ലാ വസ്തുക്കൾക്കും അതിന് സൃഷ്ടിപ്പ് നൽകി, പിന്നീട് ഹിദായത്ത് നൽകുകയും ചെയ്തു. ഈ ഹിദായത്തിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഓരോ വസ്തുവിനും ഓരോ സൃഷ്ടിക്കും അല്ലാഹു തആല നൽകിയിട്ടുള്ള ജന്മസിദ്ധമായ കഴിവ്, അതാണ് അല്ലാഹു തആല നൽകിയിരിക്കുന്ന ഈ ഹിദായത്ത്. ഇത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ മനസ്സിലാക്കുന്നത് അവൻ്റെ പഞ്ചേന്ദ്രിയത്തിലൂടെയാണ്. അതുകൊണ്ടാണ് സഹായ ചോദിക്കൽ അനുവദനീയമായ സഹായ ചോദ്യം പറഞ്ഞപ്പോൾ ഹിസ്സിയായ ആദിയായ കാര്യകാരണങ്ങളിലൂടെ മനുഷ്യർ നടത്തുന്ന സഹായം അത് അനുവദനീയമാണ്. എവിടെ സുല്ലമി ആയത്ത്? എവിടെ ആയത്ത്? എവിടെ ആയത്ത്? ആയത്ത് തരൂ, ഹദീസ് തരൂ, സ്വഹാബിയെ പറയൂ, താബിഴിയെ പറയൂ, താബിയെ പറയൂ. എന്റെ 10 മിനിറ്റ് ആ പഴയ നോട്ടം കൊണ്ട് വന്നിട്ട് പ്രസംഗിച്ചു പോകാനാണോ സമ്പാദത്തിന് വന്നത്? അതുകൊണ്ട് ആ വക പണിയൊന്നും പറ്റൂല. നിങ്ങൾ എന്നോട് 3 പ്രാവശ്യം ആയത്ത് ചോദിച്ചു, 3നും ആയത്ത് പറഞ്ഞു. സ്വഹാബിയെ ചോദിച്ചു, സ്വഹാബിയെ പറഞ്ഞു. തഫ്സീർ ചോദിച്ചു, തഫ്സീർ ഖുർത്തുബി പറഞ്ഞു. അതുകൊണ്ട് മൂപ്പര് പറയാ ഫൈസൽ മുസ്ലിയാർ കിതാബ് കുറേ കൊണ്ടുവന്നൊക്കെ എല്ലാം ഒന്ന് വായിച്ചിട്ടുണ്ട്. ആ വായിച്ച് ഞാൻ പറഞ്ഞല്ലോ ഖുർത്തുബി എങ്ങനെ തരാം, ധൈര്യണ്ടോ വായിക്കാൻ ചോദിച്ചല്ലോ, എന്തേ മിണ്ടാത്തത്? ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ എന്തേ മിണ്ടാത്തത്? അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ കിതാബ് എടുത്ത 2 സഹായി വേണമെന്ന് അന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അന്നേ പറഞ്ഞു, സുല്ലമി നിങ്ങൾ കൊണ്ടുവരുന്ന കിതാബല്ലേ ഉള്ളൂ, അത് ഞാൻ എടുത്തുതരാ എന്ന് ഞാൻ അന്ന് പറഞ്ഞു. കാര്യം എനിക്കറിയാം നിങ്ങൾക്ക് ആവശ്യം വരില്ലാന്ന്, നിങ്ങൾക്കത് ആവശ്യം വരില്ല എനിക്കറിയാം. ഇതുവരെ ഒരൊറ്റ കിതാബ് എടുത്ത് വായിക്കാൻ കഴിഞ്ഞോ? ആകെ വായിച്ചപ്പോൾ എന്താ അമാനി പരിഭാഷ, അതെന്നെന്താ നിങ്ങൾ പറഞ്ഞതിനെതിരും. അപ്പം അതുകൊണ്ട് എൻ്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ്. ഞാൻ ചോദിച്ചതൊന്നുമല്ല, നിങ്ങൾ ഈ റബ്ബിനെ എന്ന് ഓതി ആ സമയം പോലെ മറ്റേ ആയത്തോതാന് ഈ സമയം കൂടെ ആയത്തോതി കൂടെ. എൻ്റെ ചോദ്യം എന്താ? നെസ് കൊണ്ടോ ഹിസ് കൊണ്ടോ? അതാണ് നിങ്ങൾ പറഞ്ഞത്. നെസ് കൊണ്ടോ ഹിസ് കൊണ്ടോ സബബായി നിശ്ചയിച്ചുവെന്ന് നാം അറിയാത്ത ഒന്നിനെ ഒരാൾ സബബായി ഉപയോഗപ്പെടുത്തിയാൽ അത് മുത്ലഖൻ ശിർക്കാണെന്ന്, നിരുപാധികം ശിർക്കാണെന്നതിന് ഏത് ആയത്താ തെളിവ്? ഏത് ഹദീസാ തെളിവ്? ഏത് സഹാബിയ ആ ആയത്തിനെയും ഹദീസിനെയും അങ്ങനെ വിശദീകരിച്ചത്? ഏത് താബിഇയ വിശദീകരിച്ചത്? ഏത് താബിയ വിശദീകരിച്ചത്? അതാ നിങ്ങൾ പറയേണ്ടത്. അല്ല നിങ്ങൾ പഴയ നോട്ട് ആ മഞ്ഞബുക്കും കൊണ്ട് വന്നിട്ട് മഞ്ഞബുക്ക എല്ലാ കുഴപ്പമുണ്ടാക്കിയത്. അതുകൊണ്ട് ആ വക മഞ്ഞബുക്ക് കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ചോദ്യം ആവർത്തിക്കുന്നു. അടുത്ത പ്രാവശ്യമെങ്കിലും നിങ്ങൾ മറുപടി പറയണം. 2ാമത്തെ ചാൻസ് ആയതുകൊണ്ട് 2ാമത് ചോദ്യം കൂടി ചോദിക്കുന്നു, അതും നിങ്ങൾ പറയണം. നിങ്ങൾ പറഞ്ഞല്ലോ ആദിയായ സബബിനപ്പുറമാണ് ജിന്ന്, മനുഷ്യന്റെ ആദിയായ സബബിനപ്പുറമാണ് ശൈത്വാന്. അതുകൊണ്ടാണല്ലോ ഏത് ചോദ്യം ശിർക്ക് എന്ന് നിങ്ങളുടെ യുക്തിവാദം, നിങ്ങളുടെ അക്രാനിയത്ത്, ആയത്തിന് പിൻബലമില്ലാത്ത, ഹദീസിന് പിൻബലമില്ലാത്ത, മുൻഗാമികളുടെ വ്യാഖ്യാനത്തിന് പിൻബലമില്ലാത്ത ശുദ്ധ അക്രാനിയത്ത് അല്ല, ശുദ്ധ മടവൂരിസം. അത് നിങ്ങൾ പറഞ്ഞത് ജിന്ന് ആദിയായ സബബിന് അപ്പുറമാണ് എന്ന് അസ്ലി വെച്ചിട്ടാണല്ലോ. ശരി, ആ ആദിയായ സബബിന് അപ്പുറമായത് കൊണ്ടാണ് ഏത് ചോദ്യവും ശിർക്കാകുന്നതെങ്കിൽ ആദിയായ സബബിന് അപ്പുറം തന്നെയാണല്ലോ ആ ജിന്നും ശൈത്താൻ നിങ്ങളെ വാദപ്രകാരം. എങ്കിൽ ഒരാൾ ശൈത്താനെ പേടിച്ചാൽ അത് ശിർക്കാണോ? ഒരാൾ ശൈത്താനെ പേടിച്ചാൽ അത് ശിർക്കാണോ? ശൈത്താൻ ആദിയായ സബബിന് അപ്പുറമല്ലേ നിങ്ങളെ വാദപ്രകാരം? എങ്കിൽ ആദിയായ സബബിന് അപ്പുറമുള്ളതായതുകൊണ്ട് ചോദ്യം ശിർക്കായെങ്കിൽ ആദിയായ സബബിന് അപ്പുറമായതുകൊണ്ട് പേടിയും ശിർക്കാവണ്ടേ? കുഞ്ഞീത് മതിന് എഴുതിയിട്ടുണ്ടല്ലോ, താഴ്മയും സ്നേഹവും ഭയവും എല്ലാം ആരാധന വകുപ്പിൽ ഉൾപ്പെടുന്നുവെന്ന്. എങ്കിൽ ഒരാൾ ശൈത്താനെ പേടിക്കുന്നു, നാസുസ്ലിം എന്താ പറയാ? ആദിയായ സബബിന് അപ്പുറമാണ് ശൈത്താന്, അതുകൊണ്ട് പേടിച്ചാ ശിർക്ക്. സബബിനപ്പുറം പേടിക്കേണ്ടത് ആരെയാ? അള്ളാഹുവിനെയാണ്. സബബിനപ്പുറം തേടേണ്ടത് ആരോടാ? അള്ളാഹുവിനോടാണ്. എങ്കിൽ ആ മാനദണ്ഡം വെച്ചാ ചോദിക്കുന്നത്. ശൈത്താൻ ഒരാൾ പേടിച്ചാൽ ശൈത്താൻ നിങ്ങളുടെ വാദപ്രകാരം ആദിയായ സബബിനപ്പുറമാകയാൽ ശൈത്താനെ സംബന്ധിച്ച ഏത് പേടിയും ശിർക്കാവണമല്ലോ. ഇനി അതല്ല ശിർക്കായ പേടിയും ശിർക്കാവാത്ത പേടിയും ഉണ്ടോ? ഇനി പേടി ശിർക്കാണെങ്കിൽ ഏതായത്താ തെളിവ്? ഏത് ഹദീസാ തെളിവ്? പേടി ശിർക്ക് അല്ലെങ്കിൽ ഏതായത്താ തെളിവ്? ഏത് ഹദീസാ തെളിവ്? ഉത്തരം പറയുന്നില്ലെങ്കിൽ അതിന് ഏതായത്താ തെളിവ്? ഏത് ഹദീസാ തെളിവ് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അപ്പൊ ഏതായിരുന്നാലും കാന്തവൃത്തനെ പറഞ്ഞ് പണ്ട് ഏതോ ചങ്ങായി സിക്കന്ദന്റെ കഥ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാൻ പറഞ്ഞു എന്ന പോലെ കെട്ടിപ്പിടിക്കാൻ വല്ല പോക്കുണ്ടോ എന്ന് നമുക്കറിയില്ല. അതിനാൽ ഈ 2 ചോദ്യത്തിനും നിങ്ങൾ കൃത്യമായി ആയത്ത് പറയുക, ഹദീസ് പറയുക, വിശദീകരിച്ച സ്വഹാബിയെ പറയുക, താബിഇയെ പറയുക, താബിയെ പറയുക. അതൊന്നുമില്ല എന്നാണോ? തുറന്ന് പറയുക. ഞാൻ പ്രസംഗിച്ചത് എൻ്റെ ശുദ്ധ അഖലാനിയത്താണെന്ന്, എൻ്റെ യുക്തിവാദമാണെന്ന് നിങ്ങൾ തുറന്ന് പറയുക. അല്ലെങ്കിൽ പറയണം
ശൈത്താനെ സംബന്ധിച്ച പേടി രണ്ട് തരം പേടിയുണ്ടോ? ശിർക്കായ പേടിയുണ്ടോ? അല്ലാത്ത പേടിയുണ്ടോ? രണ്ടായാലും ആയത്ത് പറയണം, ഹദീസ് പറയണം. ഉത്തരം പറയുന്നില്ലേ? ഞങ്ങൾക്കത് പറയാം. അതുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം ഇവിടെ നിലനിൽക്കുന്നു, അതിൻ്റെ കൂടെ രണ്ടാമത്തെ ചോദ്യം കൂടി നിലനിൽക്കുന്നു. ഇതൊന്നും യഥാർത്ഥ സബബൊന്നുമല്ല പ്രശ്നം. ഇവിടെ ജിന്നല്ല പ്രശ്നം, ഇവിടെ ശൈത്താനല്ല പ്രശ്നം. നമുക്കറിയാം, കഴിഞ്ഞ ഇലക്ഷന് മുമ്പാണല്ലോ ഇവിടെ സംയുക്ത കൗൺസിലിലെ CD പുറത്തിറങ്ങുകയും മടവൂരികൾ KKP അബ്ദുള്ള അടക്കമുള്ള ആളുകൾ ഇവിടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ അതിനുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. അതിനെല്ലാം പിന്നിൽ മറ്റൊരു ലക്ഷ്യമുണ്ട്. അതിൻ്റെ സബബ് ഞങ്ങൾക്കറിയാം. ആ സബബ് മൂടിവെക്കാനാണ് മറ്റൊരു സബബുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത് എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഈ ചോദ്യത്തിന് കൃത്യമായി ആയത്തോതി ഹദീസ് ഉദ്ധരിച്ച് ഫൈസൽ മുസ്ലിയാരെ ഈ ആയത്തിന് ഇന്ന സ്വഹാബി ഇങ്ങനെ പറഞ്ഞു, ഇന്ന താബിഈ പറഞ്ഞു, ഇന്ന താബിഈ പറഞ്ഞു, ഇന്ന കിതാബിലുണ്ട് എന്ന് പറയുക. അപ്പം ഈ പ്രശ്നത്തിനൊക്കെ വേറെ സബബുണ്ട് എന്നാണ് മുസ്ലിയാർ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ മുസ്ലിയാരെ അത് ജമിയത്തുൽ ഉലമൻ്റെ ദൗറയിൽ ചർച്ച നടന്നപ്പോൾ പറഞ്ഞാൽ മതിയില്ലേ? എന്തിനാ ഒരു പ്രബന്ധം എഴുതി കൊടുത്തത്? ജമിയത്തുൽ ഉലമയുടെ ചർച്ചയിൽ ഇവിടെ പ്രബന്ധമൊന്നും വേണ്ട, ഈ പ്രശ്നമൊക്കെ ഇവിടെ ഉണ്ടാകും, വേറെ സബബുണ്ട് എന്ന് പറഞ്ഞാൽ മതിയല്ലേ? എന്തിനാ പിന്നെ വേറെ പ്രബന്ധം എഴുതാൻ വേണ്ടി ഹനീഫ് ഖാൻ്റെ ഒപ്പം കൂടിയത്? അതല്ല വിഷയം നിലീനായ ഉറപ്പായില്ലേ? പിന്നെ ഞാൻ യുക്തിവാദമാണോ അല്ലേ എന്ന് ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഞാനിവിടെ ആയത്തോതിയത് മുസ്ലിയാർ കേൾക്കൂല. കാരണം മുസ്ലിയാർക്ക് അവിടെ വേറെയാണ് കുത്തിത്തിരിപ്പിൻ്റെ പണി. അതുകൊണ്ട് ഞാൻ ഓതി ആയത്ത് മുസ്ലിയാർ കേൾക്കൂല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഞാൻ ഓതി, വതആവനു അലൽ ബിർരി വത്തഖ്വ എന്ന ആയത്ത് ഞാൻ ഓതി. അതേപോലെ തന്നെ പിന്നെ റബ്ബുല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ എന്ന ആയത്ത് ഞാൻ ഓതി. അതുപോലെ തന്നെ അമാനി മൗലയുടെ തഫ്സീർ ഞാൻ വായിച്ചു. മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള കഴിവിൽപ്പെട്ടതും നല്ലതുമായ എല്ലാ കാര്യങ്ങളിലും പരസ്പര സഹകരണം ചെയ്യണമെന്ന് സാരം. ഇനിയും അമാനി മൗലവി പറഞ്ഞു കേട്ടോ വേറൊരു ആയത്തും കൂടി. ഏത് കാര്യത്തിലും പരസ്പരം സഹകരണം ചെയ്യണമെന്ന് സാരം. ഇത് തെറ്റല്ലെന്ന് മാത്രമല്ല, ചിലപ്പോൾ അത്യാവശ്യവും ചിലപ്പോൾ അനിവാര്യവും കൂടിയായിരിക്കും. ദുൽഖർനി അലൈഹിസ്സലാം പോലും യൗജൂജ് മൗജൂജിന്റെ പ്രവേശനം തടയുവാനുള്ള അണക്കെട്ട് നിർമ്മാണത്തിൽ ജനങ്ങളോട് അഈനൂനി ബിഖുവ, ശക്തി നൽകി എന്നെ സഹായിക്കണം എന്ന് ആവശ്യപ്പെട്ടതും അവർ ഇരുമ്പ് കട്ടികളും മറ്റും നൽകി സഹായിച്ചതായും സൂറത്ത് കൗഫിൽ അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. വേറെയും ആയത്തപ്പോ അഈനൂനി ബിഖുവ, നെസ്സായ മനുഷ്യന് ഭൗതികമായ കാര്യങ്ങൾ പരസ്പരം ഉപയോഗപ്പെടുത്താം എന്നതിന് നെസ്സായ ആയത്താണ് ഈ പറഞ്ഞത്. നെസ്സായ സബബ് പറയുന്ന ആയത്താണ്. അതാണ് വതആവനു അലൽ ബിർരി വത്തഖ്വ എന്ന് പറഞ്ഞത്. എന്നാൽ അമാനി പോലെ പറഞ്ഞു കേട്ടോ, എന്നാൽ സൃഷ്ടിയുടെ കൈവിൽപ്പെടാത്തതും അദൃശ്യമാർഗത്തിലൂടെ അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടതുമായ കാര്യങ്ങളിൽ അവനോട് മാത്രമേ സഹായം തേടാവൂ എന്നതിൽ സംശയമില്ല. ഇതാണ് വായിച്ചത്. അപ്പോൾ വതആവനു അലൽ ബിർരി വത്തഖ്വ എന്ന ആയത്തോതി, സൂറത്തുൽ കൗഫിലെ ആയത്തോതി. അതേപോലെ തന്നെ ഇതിൽ പറഞ്ഞില്ലേ, ഹാജരായ ജിന്നുകളോട് അവരുടെ കഴിവിൽപ്പെട്ട ഭൗതിക സഹായം വല്ലതും ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതാണ് ഇവിടെ പ്രശ്നം. അതല്ലാതെ മനുഷ്യന്മാർ പരസ്പരം ചോദിക്കാൻ പറ്റുമെന്നില്ല. അല്ല, അതിനുള്ള ആയത്താണോ ഇത്? അതല്ലാതെ ജിന്നുകൾ ചോദിക്കാനുള്ള ആയത്തില്ല എന്നാ പറഞ്ഞത്. അതിന് നെസ്സായ സബബ് പറയാൻ ചോദിച്ചാലോ? ജിന്നുകളോട് ചോദിക്കാൻ നിങ്ങൾക്ക് എന്തില്ല? നിങ്ങൾക്ക് എന്നാൽ നിങ്ങളോടാണ് ഇതുവരെ ആയത്ത് ചോദിച്ചത്. മനുഷ്യന്മാർ പരസ്പരം ചോദിക്കുന്നതിൽ അതിൽ തെറ്റില്ല എന്നതിനാണ് സൂറത്തുൽ കൗഫിലെയും അതേപോലെ തന്നെ പിന്നെ സൂറത്തുൽ മാഇദയിലെയും ആയത്ത് ഞാൻ ഓതിയത്. ഇനി കേട്ടോ, ഇത് ഫതുൽ മജീദിന്റെ ശറഹിൽ പറയുന്നത് കേട്ടോ. വൽ ഇസ്തിആനതു തജൂസു ഫിൽ അസ്ബാബിൽ ലാഹിറ അൽ ആദിയ ഫിൽ ഉമൂരിൽ ഹിസ്സിയ. കൃത്യമായി മനസ്സിലായിക്കോ, നിന്റെ യുക്തിവാദമല്ല. മുസ്ലിയാർ ഇവിടെ ഒരുപാട് യുക്തിവാദം നടത്തി, ജനങ്ങൾക്കൊക്കെ മനസ്സിലാവും ചെയ്തു. എൻ്റെ യുക്തിവാദമല്ല. അൽ ഇസ്തിആനത്തു തജൂസു, അനുവദനീയമായ ഇസ്തിആനത്ത് ഫിൽ അസ്ബാബിൽ ലാഹിറ, ഭാഗ്യമായ കാരണങ്ങളിലൂടെ. ഏത്? അൽ ആദിയ, ആദിയായി നടക്കുന്ന, ലാഹിറായ, അതാണ് ഞാൻ പറഞ്ഞത്. ഹയ്യും ഹാദിറും ഖാദിറും എന്ന് പഞ്ചേന്ദ്രിയത്തിലൂടെ. ഫിൽ ഉമൂരിൽ ഹിസ്സിയ, ഉദാഹരണം പറഞ്ഞു, ഫിൽ ഖിതാല്, യുദ്ധത്തിൽ, വാദറാക്കി അദുവ്, ശത്രുവിനോട് നേരിടുന്ന വിഷയത്തിൽ, ഔ സബഇൻ, അതല്ല വന്യമൃഗങ്ങളുമായി അവരിൽ നിന്ന് രക്ഷ തേടാൻ, ഔ നഹ്വിഹി, ഇതുപോലെ. ഏതുപോലെ? കഖൗലിഹിം ലാ യാ ലിസൈദ് യാ ലിൽ മുസ്ലിമീൻ ബിഹസ്ബിൽ അഫ്ആലിൽ ലാഹിറ, പ്രകടമായ പ്രത്യക്ഷമായ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം സഹായം തേടൽ. എന്നാൽ
وأما الاستغاثة بالقوة والتأثير أو في الأمور المعنوية من الشدائد ഇന്തര അത്യാപത്തുഘട്ടത്തിലുള്ള വിഷയങ്ങളിൽ ചോദിക്കുന്നത് ഏതുപോലെ കൽമറളി വഖൗഫിൽ ഗറഖി വല്ലീഖി വൽഫഖരി വതലബിർ റിസ്ഖി ഈ വിഷയത്തിലൊക്കെ ചോദിക്കുന്നത് അത് വനഹു ഫമിൻ ഖസായിസില്ല ഇത് അള്ളാഹിനോട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ എന്നാ. എന്നിട്ട് ജിന്നിനോട് ചോദിക്കാൻ പറ്റുന്നല്ല. അല്ലെങ്കിൽ ജിന്നോട് ചോദിച്ചാൽ ലാ യത്ലുബു ഫീഹാ ഗൈറു അല്ലാതെ ഒരാളോടും പാടില്ല എന്ന്. അതാണ് ഈ വിഷയത്തിലുള്ളത്. അതുകൊണ്ട് മുസ്ലിയാരെ ആയത്ത് ആവശ്യത്തിനും പിന്നെ ചിരിയും ഇവിടെ ഓതിയിട്ടുണ്ട്. ഇത് കേൾക്കുന്ന ആളുകൾക്കൊക്കെ അത് മനസ്സിലാവും ചെയ്തിട്ടുണ്ട്. പിന്നെ ജിന്നുകളോടുള്ള പേടി ഇവിടെ വളരെ കൃത്യമാണ്. പിശാച് മനുഷ്യനെ ഉപദ്രവിക്കും. അത് വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും സ്ഥിരപ്പെട്ടതാണ്. അത് വിശ്വസിക്കലല്ല ശിർക്ക്. അത് വിശ്വസിക്കൽ ശിർക്കാൻ ആർക്കുള്ള വാദമല്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജിന്നിൻ്റെ പിന്നെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി ജിന്നിനോട് ചോദിക്കാൻ പറ്റുമെന്നാ. അതേപോലെ തന്നെ അതല്ലാത്ത വിഷയങ്ങളിൽ ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റുമെന്നാ. ഏത് വിഷയത്തിലാണെങ്കിലും ജിന്നിനോട് സഹായം ചോദിച്ചാൽ ആ ചോദ്യം കാര്യകാരണ ബന്ധത്തിന് അതീതമാണ്. അതിനാൽ അത് ശിർക്കുമാണ്. എന്നാൽ പിശാച് മനുഷ്യനെ ഉപദ്രവിക്കുമെന്നും പിശാചിൻ്റെ ഒട്ടേറെ കുതന്ത്രങ്ങളുണ്ട് എന്നും ആ കുതന്ത്രങ്ങളെക്കുറിച്ച് സൂക്ഷിക്കണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും പഠിപ്പിച്ചതാണ്. എന്നാ കേട്ടോ, ഇത് കിതാബു തൗഹീദ് ഡോക്ടർ സാലിഹ് ബിൻ ഫൗസാൻ അൽ ഫൗസാൻ സൗദി അറേബ്യയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത് കേട്ടോ, അൻവാഉ ഷിർക്ക് ഷിർക്കിൻ്റെ ഇനങ്ങൾ അഷിർക്കു നൗആനി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് വൽ ഖൗഫു മിനൽ മൗത അവിൽ ജിന്നി വശയാതീൻ അൻ യദുറൂഹു ഔ യുമർരിദൂഹു. മരിച്ചുപോയവരും ജിന്നുകളും പിശാചുക്കളും രോഗമുണ്ടാക്കുമെന്നോ ഉപദ്രവിക്കുമെന്നോ ഉള്ള ഭയം അത് ശിർക്കുൽ അക്ബറിൽപ്പെട്ടതാണ്. വറജാഉ ഗൈരില്ലാഹ് ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ് മിൻ ഖളാഇൽ ഹാജാതി വതഫ്ജീരിൽ ഖുർബാതി മിമ്മാ യുമാരിസുൽ ആന ഹൗലൽ അദ്റഹത്തിൽ മബ്നിയ അലൽ ഖുബൂരിൽ അംബിയാഇ എന്ന് തുടർന്ന് വസാലിഹീൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലുള്ള പ്രതീക്ഷയും. ഇവിടെ എന്താ, മരുഭൂമിയിൽ ഒറ്റപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യന് ഹുസൈൻ സലഫി പറഞ്ഞതുപോലെ നമ്മുടെ കഴിവുകൾ അവസാനിച്ചു. ഇനി നമുക്ക് ചോദിക്കാവുന്ന ഒരേ ഒരു ശക്തി, ഒരേ ഒരു വ്യക്തി, ഒരേ ഒരു ശക്തി അത് അല്ലാഹ് മാത്രമാണ് എന്നാ. ആര് പറഞ്ഞത്? ഹുസൈൻ സലഫി പറഞ്ഞത്. ആ പറഞ്ഞതുപോലെ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ പുഴയിൽ മുങ്ങിയ വ്യക്തി, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ കഴിവും അവസാനിച്ചു. അവിടെ പ്രതിസന്ധി ഘട്ടത്തിലാണ്. അത്തരം പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവിനെ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ, അള്ളാഹിനെ മാത്രമേ പേടിക്കാനും പാടുള്ളൂ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമായ പേടി അത് കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പേടിയാണ്. എന്നാൽ ഈ രീതിയിലുള്ള ഒരു ഭയം ജിന്നിനോട് ഉണ്ടാകുവാൻ ഏത് രീതിയിലായിരിക്കും അത് ഉണ്ടാവുക എന്ന് വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. തന്നെയുമല്ല ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഇയാനത്തുൽ മുസ്തഫീദിൽ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇതിൽ പറയുന്ന ശ്രദ്ധിച്ചോളി നിങ്ങൾ, എന്താണ് ഇതിനെ സംബന്ധിച്ച്, ഖൗഫിനെ സംബന്ധിച്ച് ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ പറയുന്നത് കേട്ടോളിയും. ഇതിൻ്റെ ആയത്തും എന്ത് ആയത്താണ് അദ്ദേഹം ഉപയോഗിച്ചത് എന്നുമൊക്കെ വളരെ കൃത്യമായി ഷെയ്ഖ് ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേട്ടുക എന്താണ് ഷെയ്ഖ് ഈ ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത് എന്ന്. ഖൗഫ് എന്നതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഇതാ അൽ ഖൗഫ് സലാസത്തു അൻവാഇൻ അന്നൗൽ അവ്വൽ ഖൗഫു സിർരി കേട്ടോ വഹുവ അൽ ഖൗഫു അല്ലദീ യകൂനു മഅഹു ഇബാദത്തു ലിഗൈരില്ലാഹ് ഔ തർകുൻ ലിമാ ഔജബല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മഅനാഹു അൻ യഖാഫൽ ഇൻസാനു മിൻ ഗൈരില്ലാഹി മിനൽ അസ്നാമി വൽ ഔസാനി വമാ ഉബിദ മിൻ ദൂനില്ലാഹ് മിനൽ ഖുബൂരി വൽ അദ്റഹതി ഔ യഖാഫശ് ശയാതീന വൽ ജിന്ന. ശ്രദ്ധിച്ചു കേട്ടോ, ഔ യഖാഫ ശയാതീന വൽ ജിന്ന,
ജിന്നിനെയും മലക്കിനെയും പേടിക്കുക. വയതഖറബു ഇലൈഹിം ബിമാ യുഹിബ്ബൂന മിനശ് ശിർകി ബില്ലാഹ് മിൻ അജലി അയസ്ലമ മിൻ ശർരിഹിം ഫഹാദാ ശിർകുൻ അക്ബർ യുഖ്രിജു മിനൽ മില്ല. വല്ലാഹു സുബ്ഹാനഹു വതആല ذكر في خليله إبراهيم عليه السلام أنه قال ولما أخاف ما تشركون به إلا أن يشاء ربي شيئا. അതേപോലെ വീണ്ടും وكيف أخاف ما أشركتم ولا تخافون أنتم أشركتم بالله ما لم ينزل به عليكم سلطانا. അതേപോലെ വീണ്ടും فأي الفريقين أحق بالأمن إن كنتم تعلمون. വീണ്ടും الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. വീണ്ടും إن يقولون إلا اغتراك بعض آلهتنا بسوء. ഇങ്ങനെ ഒട്ടേറെ ആയത്തുകൾ ഈ വിഷയത്തിൽ ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഇതിൻ്റെ വിശദീകരണമായി നൽകി. അപ്പോൾ അദൃശ്യമായ പിശാചിനെ ഭയപ്പെടുന്നത്, അതേസമയം പിശാചിൻ്റെ കുതന്ത്രങ്ങൾ, പിശാചിൻ്റെ കൈതുകൾ, പിശാചിൻ്റെ ഉപദ്രവങ്ങൾ ഏതൊക്കെ മാർഗത്തിലുണ്ടോ ആ മാർഗത്തെ സംബന്ധിച്ചുള്ള സൂക്ഷ്മത ഒരു വിശ്വാസിക്കുണ്ടാവണം. അത് ഇസ്ലാം അംഗീകരിക്കുന്നതാണ്. ആ സൂക്ഷ്മതയല്ല ഇവിടെ പിശാചിനെ ഭയപ്പെട്ടുകൊണ്ട് നേർക്ക് നേരെ പറഞ്ഞ സലായി ജിന്നിറക്കാൻ വേണ്ടി പറഞ്ഞ കഥ ഉണ്ടല്ലോ. ഏത് ഞാനിങ്ങനെ ആയത്തിൽ കുറിച്ച് ഓതിരിക്കുന്നു, എൻ്റെ മേത്ത് വല്ല ജിന്നും കൂടാതിരിക്കാനും. ആ പേടി ഇവിടെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയത് നിങ്ങളാ ശിർക്കാണത്. ഇനിയിപ്പോൾ ചോദിക്കേണ്ടത് സുല്ലമിൻ്റെ ഇപ്പോഴത്തെ പേടിൻ്റെ ഹുക്കം എന്താണെന്നുള്ളതാണ്. ഇവിടെ ചോദ്യം എന്താ സുല്ലമി, നിങ്ങൾ എന്തിനാ അത്ര എടുങ്ങാതാകണത്? ഞാൻ ചോദിച്ച ചോദ്യം എന്താ? നിങ്ങൾ ചോദ്യമാണ് മാറ്റിയിട്ട് മൂപ്പര് പഠിച്ച ചില ഉത്തരമുണ്ട്, അതിനനുസരിച്ച് എന്താ ചോദ്യം മാറ്റുക. ആ പണി നടക്കൂല സുല്ലമി. എന്താ ചോദിച്ചത്? ഒന്നാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചു, ഹിസ് കൊണ്ടോ നെസ് കൊണ്ടോ സബബായി നിശ്ചയിച്ചെന്ന് നാം അറിയാത്ത ഒന്നിനെ ഒരാൾ സബബായി ഉപയോഗപ്പെടുത്തിയാൽ അത് നിരുപാധികം ശിർക്കാണെന്ന്, മുത്തലഖൻ ശിർക്കാണെന്ന് ആയത്തോതാമോ ഹദീസ് ഓതാമോ? ആയത്തും ഹദീസും ഓതുകയാണെങ്കിൽ ഏത് സഹാബിയ, ഏത് താബിഇയ, ഏത് താബിഉത്താബിഇയ ആ രൂപത്തിൽ വിശദീകരിച്ചത് എന്നാ. ഇപ്പം ഒന്നുമില്ല. ഇനിയിപ്പോൾ സ്വഹാബിപ്പാരാ, ഇനി വേണമെങ്കിൽ മുമ്പ് അടുത്ത പ്രാവശ്യം വായിക്കും. ഷെയ്ഖ് ഫൗസാൻ ഞാൻ ഉദ്ധരിച്ചില്ലേ, അത് സ്വഹാബിയല്ലേ എന്ന് വേണമെങ്കിൽ ചോദിച്ചുകൂടാകില്ല. ഏതായിരുന്നാലും ഇപ്പം മൂപ്പയ്ക്ക് ഫൗസാനും പറ്റും, അതേപോലെ ഫതഹുൽ മജീദും പറ്റും. നേരത്തെ പറഞ്ഞ എന്താ, സൗദി പണ്ഡിതന്മാരല്ല വേണ്ടതാ, നിങ്ങൾ ഫൗസാനത്തെ കുടുങ്ങണ്ട, അതേ ഫൗസാൻ തന്നെ പറഞ്ഞ എന്താ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ചോദ്യം നിങ്ങൾ മാറ്റല്ല, ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ആയത്ത് പറയണം, ഹദീസും പറയണം. ആ ആയത്തിനെയും ഹദീസിനെയും സ്വഹാബി, താബിഈ, താബിഉത്താബിഈ, ഇതാണല്ലോ സലഫ് സ്വാലിഹീകൾ, അതാണല്ലോ വ്യവസ്ഥ എഴുതിയത്. ആ സലഫി മൻഹജ് പ്രകാരം വിശദീകരിക്കണം. ഓലെ ഇവിടെ പറഞ്ഞു, ഏത് സ്വഹാബി പറഞ്ഞു, ഏത് താബിഈ പറഞ്ഞു, ഏത് താബിഉത്താബിഈ പറഞ്ഞു, അത് നിങ്ങൾ പറയണം. രണ്ടാമത്തെ ചോദ്യം എന്താ? ജിന്ന് അതേപോലെ ശൈത്താന് ആദിയായ സബബിന് അപ്പുറമാണ് എന്ന കാരണം പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ ഏത് ചോദ്യവും ശിർക്ക് പറഞ്ഞത്. അല്ലാതെ ആയത്തുണ്ടായിട്ടല്ലല്ലോ, ഹദീസ് ഉണ്ടായിട്ടല്ലല്ലോ, അല്ലാഹുവും റസൂലും പഠിപ്പിച്ചിട്ടല്ലല്ലോ. നിങ്ങളെ യുക്തിവാദം കൊണ്ട് നിങ്ങൾ പറഞ്ഞു ആദിയായ സബബിന് അപ്പുറമാണ് ജിന്ന്, അതുകൊണ്ട് എന്ത് ചോദിച്ചാലും ശിർക്ക്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എങ്കിൽ അതേ ജിന്നിനോട്, അതേ പിശാചിനോട് അങ്ങോട്ടുള്ള ഏതും ആ ഗണത്തിൽ വരണമല്ലോ. അതിൽ ഒന്ന് ഞാൻ ചോദിച്ചു, ആ ശൈത്താനെ കുറിച്ചുള്ള പേടി. ആ പേടി എല്ലാം ശിർക്കാണോ? എല്ലാം ശിർക്കാണോ? ശിർക്കാണെങ്കിൽ ആയത്തേത്, അതേപോലെ ഹദീസ് ഏത്? സ്വഹാബിയോ താബിയോ താബിഉത്താബിയോ? ആരാങ്ങ വിശദീകരിച്ചത്? ശിർക്ക് അല്ലെങ്കിൽ ആയത്തേത്, ഹദീസ് ഏത്? ആരാങ്ങ വിശദീകരിച്ചത്? എന്തേ അതിലേക്ക് വരാത്തത്? എന്നിട്ട് സൂക്ഷ്മത വേണമെന്നാ. സൂക്ഷ്മത അല്ല ഇവിടെ ചോദ്യം, അത് ഞാൻ വേറെ ചോദിച്ചോളാം. അതുകൊണ്ട് പേടിയാണ് പറയേണ്ടത്. ഇനി ഞാൻ വായിച്ച് കേൾപ്പിക്കട്ടെ. അമാനി മൗലവി പറയുന്നു, ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും ഭയഭക്തിയും എത്ര കണ്ടുണ്ടോ അത്ര കണ്ട് അവൻ പിശാചിന്റെ ചതിയെക്കുറിച്ച് ഭയപ്പെടുന്നവനും പിശാചിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവനുമായിരിക്കും. ഒരാൾക്ക് പിശാചിന്റെ കെണിയിൽ അകപ്പെടുന്നതിനെ കുറിച്ച് ഭയമില്ലെങ്കിൽ അതിനുള്ള കാരണം അവന്റെ വിശ്വാസദാർഢ്യമോ മറ്റെന്തെങ്കിലും ഉത്കൃഷ്ട ഗുണമോ അല്ല. ഒന്നുകിൽ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വചനങ്ങളിൽ വേണ്ടത്ര വിശ്വാസമില്ലായ്മ, അഥവാ വേണ്ടത്ര വിശ്വാസമില്ലായ്മ, അഥവാ അധസൃഷ്ടികളായ ജിന്നുവർഗത്തെയും അവരിൽപ്പെട്ട പിശാചുക്കളെയും നിഷേധിക്കുന്നവരായിരിക്കുക.
അതല്ലെങ്കിൽ പിശാചിന്റെ ദുർമന്ത്രങ്ങൾക്ക് ഒരിക്കലും വിധേയനാകാത്തവണ്ണം പ്രവാചകന്മാരെ പോലെയോ അതിലും ഉപരിയായോ ഉന്നത നിലവാരത്തിലുള്ള ആളാണ് താനെന്ന ഒരു അഹങ്കാരം. ഇതിൽ ഏതങ്ങൾക്കുള്ളത് ഞാൻ ചോദിക്കണില്ല, അത് മനുഷ്യന്മാർ തീരുമാനിച്ചോട്ടെ. അപ്പം ഏതായിരുന്നാലും എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. ഇനി മൂന്നാമത്തെ ചോദ്യം അതിനെ കൂടെ ചോദിക്കുന്നു. മൂന്നാമത് ചാൻസ് ഉണ്ടല്ലോ, ആ ചാൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്നു. സുല്ലമി ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. മൂന്നാമത്തെ ചോദ്യം എന്താണെന്നോ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും സാലിഷ് വടകപ്പള്ളിയുമായി ഒരു സംവാദം നടന്നിരുന്നു. അവിടെയും വിഷയം ഇത് തന്നെയായിരുന്നു. ഈ വിഷയം അവിടെ വന്നപ്പോൾ അതിൽ സംസാരിച്ചപ്പോൾ അവിടെ സാലിഷ് വടകപ്പള്ളി പറഞ്ഞു, റുഖിയന്റെ വിഷയമാണെങ്കിൽ, ഇലാജിന്റെ വിഷയമാണെങ്കിൽ പാണ്ടിക്കാട്ട് റുഖിയല്ല, റുഖിയ ശർഇയ്യ. റുഖിയ ശർഇയ്യയുടെ വിഷയമാണെങ്കിൽ അവിടെ ജിന്നിനുള്ള ചോദ്യങ്ങൾ ശിർക്കായതുണ്ട്, വസീലയായതുണ്ട്. ഇലാജിന്റെ വിഷയത്തിൽ, റുഖിയന്റെ വിഷയത്തിൽ ജിന്നിനോട് സഹായം ചോദിക്കുമ്പോൾ ആ ഇസ്തിആനത്തിൽ മിൻഹാ മാ ഹുവ ശിർകുൻ വ മിൻഹാ മാ ഹുവ സിത്റു ശിർകി, ശിർക്കായതുണ്ട്, ശിർക്കിലേക്ക് വസീലയായതുണ്ട്. അത് ഞാനും അംഗീകരിക്കുന്നുവെന്ന് ആദ്യം തോട്ടിക്കറിഞ്ഞെങ്കിലും പിന്നെ അവൻ സമ്മതിച്ചിരുന്നു. അത് നിങ്ങളും അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങളും അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് ഏതായത്താ തെളിവ്, ഏത് ഹദീസാ തെളിവ്? എല്ലാത്തിനും ആയത്ത് വേണം, എല്ലാത്തിനും ആയത്ത് വേണം. നിങ്ങൾ 3 ആയത്ത് ചോദിച്ചു, ഞാൻ 3ഉം പറഞ്ഞു. മുഖബിദവാദിയെ പറ്റി ചോദിച്ചു, അത് ഞാൻ പറഞ്ഞു. അങ്ങനെ മറുപടി പറയാ. അതുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ഏതായത്ത്, ഏത് ഹദീസ് അടിസ്ഥാനമാക്കി, അംഗീകരിക്കുന്നില്ലെങ്കിൽ ഏതായത്തിനാണ്, ഏത് ഹദീസിനാണ് സാലിഷ് പറഞ്ഞ മറുപടി എതിരാവുക? ഇനി മാത്രമല്ല, നിങ്ങൾ ഫൗസാനാണ് വായിച്ചത്, അതേ ഫൗസാൻ അടക്കമുള്ളത് പറഞ്ഞു. എന്ത്? സന്തോഷം വായിച്ചില്ല. അപ്പോൾ ഞാനിവിടെ നേരത്തെ 2 ചോദ്യങ്ങളുടെയും മറുപടിയിൽ ഓതിയ ആയത്തുകളൊന്നും മുസ്ലിയാർ ഇപ്പോഴും കേട്ടിട്ടില്ല. ഈ ആയത്തുകളൊക്കെ കൃത്യമായി ഓതുന്നത്, ഇത് കേൾക്കുന്ന ആളുകൾ അത് മനസ്സിലാക്കുന്നുണ്ട്, അവർക്കത് തിരിയുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ ഫൗസാൻ എപ്പോൾ പറ്റുന്ന ഫൗസാനെ ഞാൻ ഉദ്ധരിച്ചതും ഷെയ്ഖ് ഫൗസാൻ, സാലിഹ് ഫൗസാൻ്റെ കിതാബ് ഞാനിവിടെ വായിച്ചതും ഇത് എൻ്റെ യുക്തിവാദമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ശ്രമം മുസ്ലിയാർ നടത്തിയപ്പോൾ, മുസ്ലിയാരെ ഇത് എൻ്റെ യുക്തിവാദമല്ല, എൻ്റെ യുക്തിവാദമല്ല, മറിച്ച് പണ്ഡിതന്മാർ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയും തന്നെയുമല്ല, ഷെയ്ഖ് സാലിഹുൽ ഫൗസാന് ഒരു ഇബാറത്തങ്ങൾ ഉദ്ധരിച്ചു പോയിരിക്കുകയല്ല. അദ്ദേഹം പറഞ്ഞ വാക്കിൽ തന്നെ കൃത്യമായ ഖുർആനിൻ്റെ പ്രമാണം, കൃത്യമായ ഖുർആനിൻ്റെ തെളിവ് അദ്ദേഹം നിരത്തുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ വളരെ കൃത്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സംവാദം, ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് കിട്ടേണ്ട ഉത്തരം, അത് ജിന്നുകളോടുള്ള സഹായ ചോദ്യം അത് ശിർക്കാണ് എന്നാണ് കേരള ജമിയത്തുൽ ഉലമ തീരുമാനിച്ചിരിക്കുന്നതും. ആ തീരുമാനം പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ പ്രമാണമാണ് ഇവിടെ ഇതുവരെയും വായിച്ചത്. ഞാൻ എൻ്റെ വിഷയാവതരണത്തിലും ഇതിനു മുമ്പുള്ള 2 ചോദ്യ ഉത്തരങ്ങൾ നൽകുന്ന സന്ദർഭത്തിലും ഈ കാര്യം വ്യക്തമാക്കുന്ന രീതിയിലുള്ള ആയത്തുകൾ ഹദീത്തുകളും വളരെ കൃത്യമായി ഇവിടെ വായിക്കുകയുണ്ടായി. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാട്. ജിന്നിനെ സംബന്ധിച്ച് ആ ജിന്നിൻ്റെ ഉപദ്രവങ്ങൾ അതെന്തെല്ലാമായിരിക്കുമെന്നും അത് എന്തായിരിക്കുമെന്നും ഖുർആനും ഹദീസും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ, അത് അതേ രീതിയിൽ നമ്മൾ വിശ്വസിക്കണം. ആ വിശ്വസിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല തർക്കമുള്ളത് ജിന്നിനോട് സഹായം ചോദിക്കുന്നതിൽ വസീലത്ത് ശിർക്കായതുണ്ട് എന്ന് മുസ്ലിയാർ വാദിച്ചു. അതിന് എന്താണ് തെളിവ് എന്നത് അദ്ദേഹത്തിന് 5 മറുപടിയിലും അദ്ദേഹത്തിന് തെളിയിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ വിഷയം വളരെ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ. കാര്യകാരണബന്ധത്തിനതീതമായി ജിന്നിനോട് മരുഭൂമിയിൽ വെച്ചായാലും ശരി, പുഴക്കരയിൽ വെച്ചായാലും ശരി, ചൂണ്ടയിടുമ്പോഴാണെങ്കിലും ശരി, ജിന്നിനോട് സഹായം ചോദിച്ചാൽ അത് ശിർക്ക് തന്നെ എന്ന് ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഈ സംവാദം അൽഹംദുലില്ലാ വിജയകരമായി മാറുന്നുണ്ട്. ഇത് വിജയിച്ചിട്ടുണ്ട്, ആളുകൾക്ക് ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ആയത്തുകൾ ഓതിയതൊക്കെ ജനങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നത് അള്ളാഹിനോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ എന്നതിന് ലോകത്തുള്ള പണ്ഡിതന്മാർ ഈ വചനം ഉദ്ധരിച്ചപ്പോൾ ഹിസ്സിയായ മാർഗത്തിലൂടെ, സബബ് ആയി അഥവാ കാര്യകാരണ ബന്ധത്തിലൂടെ
മനുഷ്യന്മാർ പരസ്പരം ചോദിക്കുന്ന സഹായ ചോദ്യം അത് ശിർക്കല്ല, ഹറാമല്ല, വസീലത്ത് ശിർക്കുമല്ല, അനുവദനീയമാണ്. അതിന് അമാനി മൗലവിയുടെ തഫ്സീർ പച്ച മലയാളത്തിൽ ഇവിടെ വായിച്ചത് ഇത് കേൾക്കുന്ന സാധാരണ ജനങ്ങളടക്കം ഇത് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചാണ്. പിന്നെ ഞാൻ നേരത്തെ ഇവിടെ ഉദ്ധരിച്ച നിങ്ങളിപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞുവല്ലോ, ഞാനത് നേരത്തെ വായിച്ചു. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹാജരായ ജിന്നുകളോട് അവരുടെ കഴിവിൽപ്പെട്ട ഭൗതിക സഹായം വല്ലതും ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതാണ് ഇവിടെ വിഷയം. ഈ വിഷയത്തിൽ ഒതുങ്ങി ഇതിലേക്കാണ് വരേണ്ടത്. ബാക്കിയുള്ള വിഷയത്തിലൊക്കെ വേറെയും വാദപ്രതിയോഗം വെക്കാം, യാതൊരു പ്രശ്നമല്ല, വേറെയും വെക്കാം. നിങ്ങൾ കൊണ്ടുവരുന്ന തെളിവുകൾ, ആ തെളിവുകൾ ജിന്നിനോടുള്ള സഹായ ചോദ്യം അത് വസീലത്ത് ശിർക്കാണ് എന്ന് ന്യായീകരിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്, അതല്ലാതെ മറ്റുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആനും ഹദീസും അനുസരിച്ചു കൊണ്ടുള്ള അഭിപ്രായമാണ് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിക്കുക. ആ പ്രമാണത്തിന് പിൻബലമുള്ളതാണ് മുജാഹിദുകൾ സ്വീകരിക്കുക. അതേപോലെ തന്നെ ഇവിടെ കൃത്യമായി നിങ്ങൾ കേട്ടോ, ഖുർആനിലോ സഹീഹായ ഹദീസിലോ എവിടെയും മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടി അള്ളാഹു ജിന്നുകളെ ഏർപ്പാടാക്കിയതായി കാണാൻ സാധിക്കുന്നില്ല. ഇതാണ് പ്രശ്നം, ഇതാണ് വിഷയം. അതാണ് നിങ്ങൾ ഇതിനെതിരെ ഇപ്പം പറയുന്നത്, അതാണ് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചതും കഴിയാത്തതും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ വാദപ്രതിവാദത്തിൻ്റെ വാദം വളരെ കൃത്യമാണ്. ജിന്നുകളെ മനുഷ്യന് സഹായം ലഭിക്കുന്നതിന് വേണ്ടി ഒരു കാരണമാക്കി അള്ളാഹു ഏർപ്പാടാക്കിയിട്ടില്ല, അള്ളാഹു ഏർപ്പാടാക്കി വെച്ചിട്ടില്ല. അത് ഖുർആനിലോ ഹദീസിലോ കാണുവാനും സാധ്യമല്ല. അതുകൊണ്ട് ജിന്നുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സഹായത്തേട്ടത്തിന്, സഹായ ചോദ്യത്തിന്, കാര്യകാരണ ബന്ധത്തിൻ്റെ യാതൊരുവിധ തെളിവും നമുക്ക് ലഭ്യമല്ല. പിന്നെ ഇവിടെ അമാനി മൗലവിൻ്റെ ഖുർആൻ പരിഭാഷയിൽ പറഞ്ഞിട്ട് പിന്നെ ആർക്കാണ് അഹങ്കാരം, ഏത് അഹങ്കാരമാണ് എന്നൊക്കെ ഇത് വായിക്കുന്ന ആളുകൾക്കറിയാം. അമാനി മൗലവി ഈ വിഷയം കൃത്യമായി പറയുന്നുണ്ട്. ഇതിന് മുമ്പുള്ള ആയത്തിൽ വഖുദിൽ അഫ്വ വഅ്മുർ ബിൽ മഅറൂഫ് വഅരിദ് അനിൽ ജാഹിലീൻ വഇമ്മാ യൻസഅന്നക മിനശ് ശൈത്വാനി നസ്ഉൻ ഫസ്തഇദ് ബില്ലാഹ് ഇന്നഹു സമീഉൻ അലീം എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ, ഒന്ന് ഖുദിൽ അഫ്വ്, മറ്റൊന്ന് വഅ്മുർ ബിൽ മഅറൂഫ്, മറ്റൊന്ന് വഅരിദ് അനിൽ ജാഹിലീൻ, ഇതൊക്കെ വിശദീകരിച്ചിട്ട് വളരെ കൃത്യമായി പറഞ്ഞതിന് ശേഷം പിന്നീടാണ് താങ്കൾ ഈ വായിച്ച ഭാഗമുള്ളത്. ഇതിനെ ഞാൻ നിഷേധിക്കുന്നില്ല, ഞാനൊട്ടും നിഷേധിച്ചിട്ടുമില്ല. എന്നാൽ അദൃശ്യമായ മാർഗത്തിൽ പിശാചിനെ ഭയപ്പെടുന്നത്, പിശാചിനെ ഭയപ്പെടലും പിശാചിൻ്റെ കുതന്ത്രങ്ങൾ ഭയപ്പെടലും രണ്ടും രണ്ടാണ് മുസ്ലിയാരെ, രണ്ടും രണ്ടാണ്. പിശാചിന്റെ കുതന്ത്രങ്ങൾ അള്ളാന്റെ റസൂല് പറഞ്ഞു എന്ന അടിസ്ഥാനത്തിലാണ്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ പിശാചിനെ പേടിക്കണം എന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല, അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ അതല്ലേ കൊണ്ടുവരേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ വാദം എതിരല്ലേ എന്നല്ലേ ചോദിക്കേണ്ടത്. ആ ചോദ്യമല്ലല്ലോ. പിശാചിനെ പേടിക്കണമെന്ന് അള്ളാഹുവോ അവന്റെ റസൂലോ പറഞ്ഞിട്ടില്ല. അതേസമയം പിശാച് മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഒട്ടേറെ മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. ആ മാർഗത്തിൽ നമ്മൾ അകപ്പെട്ടു പോകുന്നതിനെ സൂക്ഷിക്കണം. ആ സൂക്ഷ്മതയാണ് അവിടെ വരുന്നത്. അതല്ലാതെ പിശാച് നമ്മെ ഉപദ്രവിക്കുമെന്ന് ഇവിടെ പ്രചരിപ്പിക്കുന്നത് വളരെ കൃത്യമാണ്. ദൃശ്യമല്ലാത്ത മാർഗത്തിൽ പിശാചിനെ പേടിക്കണം എന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല, റസൂലും പറഞ്ഞിട്ടില്ല. എന്നാൽ പിശാചിന്റെ കുതന്ത്രങ്ങളോ, ആ പിശാചിന്റെ കുതന്ത്രങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നത് മനുഷ്യനുമായി ബന്ധപ്പെടാവുന്ന മേഖലകളിൽ അവിടെ പിശാച് നമ്മെ വഴികേടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ, ആ വഴികേടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തെ നമ്മൾ സൂക്ഷ്മതയോടുകൂടി കാണണം. അതിൽ അകപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെടണം. അതിൽ അകപ്പെട്ടു പോയാൽ നമുക്ക് അതിലൂടെ പടച്ചവന്റെ ശിക്ഷയായിരിക്കും ഉണ്ടാവുക. അതാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇത് മുസ്ലിയാർക്ക് രണ്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. അതുകൊണ്ടാണ് പിശാചിൻ്റെ വഞ്ചനയിൽ അകപ്പെടുന്നതിനെ പറ്റി ഭയവും ശ്രദ്ധയും ഉള്ളവനാവട്ടെ. അമാനി മൗലവി തുടർന്നുകൊണ്ട് കൂടി പറഞ്ഞു, അത് മുസ്ലിയാർ കണ്ടില്ല.
മുസ്ലിം അവിടേക്കും എത്തില്ല. എന്ത്? രണ്ടിലൊന്നായിരിക്കും അതിന് കാരണം ഏതായാലും ശരി, അത്തരക്കാരുടെ ഹൃദയമാണ് നിഷ്പ്രയാസം പിശാചിന് സ്വൈരവികാരം നടത്തുവാൻ ഏറ്റവും ഉതകുന്ന രംഗം. അവനെ കൊണ്ട് എന്ത് ചെയ്യിക്കുവാനും എന്തു പറയിപ്പിക്കുവാനും പിശാചിന് നിരുപാധികം സാധ്യമാണല്ലോ. പിശാചിൻ്റെ വഞ്ചനയിൽ അകപ്പെടുന്നതിനെ പറ്റി ഭയവും ശ്രദ്ധയും ഉള്ളവനാവട്ടെ അള്ളാഹു ചൂണ്ടിക്കാട്ടിയതുപോലെ സദാ അതിനെക്കുറിച്ച് ജാഗരൂകനായിരിക്കുന്നത് കൊണ്ട് യഥേഷ്ടം അവനെ വഴിപിഴപ്പിക്കുവാൻ പിശാചിന് സാധ്യമാകുന്നതല്ല. ഇതാ പറഞ്ഞത്. അതല്ലാതെ പിശാചിനെ എങ്ങനെ പേടിച്ച് 24 മണിക്കൂറും ആയത്തിൽ കുറിച്ച് ഓതി കൂത്തിരിക്കണം എന്ന് പിന്നെ സക്കരിയ സ്വലായി പറഞ്ഞ പോലെയല്ല. സക്കരിയ സ്വലായി എന്താ, ഞാനിങ്ങനെ ആയത്തിൽ കുറിച്ച് ഓതിരിക്കുക, വല്ല ചൈത്താനും എൻ്റെ മേത്തുകാരുണ്ടല്ലോ എന്ന് വിചാരിച്ച്. പിശാചിനെ അങ്ങനെ പേടിക്കാനല്ല പറഞ്ഞത്. പിശാചിൻ്റെ കുതന്ത്രങ്ങൾ ഭയപ്പെടണം. ആ കുതന്ത്രത്തിൽ മനുഷ്യൻ അകപ്പെട്ടു പോകുന്നതിനെ സൂക്ഷിക്കണം. ആ സൂക്ഷ്മതയിൽ അത് ജാഗരൂകനാവണം എന്നാണ് അമാനി പോലെ പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് നമുക്കിടയിൽ തർക്കമില്ല. എന്നാൽ എന്തിനു വേണ്ടിയാണ് ഫൈസൽ മുസ്ലിയാർ ഈ വാദം ഇവിടെ കൊണ്ടുവരുന്നത്? ഇവിടെ ജിന്നിനോടുള്ള പേടിയോ ജിന്നിനോട് ഭയപ്പാടോ അതല്ലല്ലോ വാദപ്രതിവാദത്തിൻ്റെ വിഷയം. വാദപ്രതിവാദത്തിൻ്റെ വിഷയം ജിന്നിനോടുള്ള സഹായ ചോദ്യം. അതിൽ ശിർക്കാകുന്നതുണ്ട്, ശിർക്കാവാത്തതും വസീലത്ത് ശിർക്കുമുണ്ട് എന്നാണ് മുസ്ലിയാരെ വാദം. ആ വാദവുമായി ബന്ധിപ്പിച്ചാണോ? അവിടെയാണ് വളരെ കൃത്യമായി ഷെയ്ഖ് സാലിഹിൻ്റെ ഉദ്ധരണി ഞാൻ ആ വിഷയത്തിൽ പറഞ്ഞത്. ഇവിടെ പിശാചിനെ ഭയപ്പെടുന്നതും പിശാചിനോട് സഹായം ചോദിക്കുന്നതോ നിങ്ങൾ തന്നെ പറയും. പിശാചിനെ ഭയപ്പെട്ട് ഒരാൾ പിശാചിനോട് സഹായം ചോദിച്ചാൽ അത് വസീലത്ത് ശിർക്ക. ഒരാൾ പിശാചിനെ പേടിച്ച് പിശാചിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സഹായം ചോദിച്ചു, ആ ചോദ്യം വസീലത്ത് ശിർക്കാന്ന നിങ്ങളെ വാദം അനുസരിച്ച് അതാവണ്ടേ? പിശാചിനോട് പേടി ശിർക്കല്ലെങ്കിൽ സാക്ഷാൽ മടമുരീസമാണ് ഇപ്പൊ പുറത്തേക്ക് വരുന്നത്. ഇപ്പൊ പോയി ആയത്തുൽ കുർസിയെ പോലും പരിഹസിക്കുക. അല്ലാഹുവിന്റെ റസൂല് ഒരു ദിവസത്തിൽ എത്ര തവണയാണ് ആയത്തുൽ കുർസി ഓതിയത്? മാത്രവുമല്ല, പിശാചിന് രക്ഷ കിട്ടാൻ വേണ്ടി നബി തങ്ങൾ പ്രത്യേകം പഠിപ്പിച്ച, സ്വഹാബത്ത് പ്രത്യേകം മനസ്സിലാക്കിയ ആയത്തുൽ കുർസിയെ പോലും മൂപ്പർക്ക് പരോചകം, അത് പോലും മൂപ്പർക്ക് പരിഹാസം. ഇത് തന്നെയാണ് സുല്ലമി സാക്ഷാൽ മടമുരീസം. ഇതാണ് ഞങ്ങൾ റുഖിയ ശറഈ എന്നപ്പോ നിങ്ങൾ കളിയാക്കാൻ തുടങ്ങി. ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് യേശൂല എന്ന്. നിങ്ങൾക്ക് ഈ വക പണിയൊന്നും പറ്റൂല. കാരണം നിങ്ങളെ മേത്ത് ജിന്ന് കയറിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമ്മൾ റുഖിയ അവിടെ നടത്താം, അപ്പൊ ഇൻഷാ അല്ലാഹ് ശരിയാവും. അപ്പൊ ഏതായിരുന്നാലും ഇവിടെ ശൈത്താനെ പേടിക്കുന്നത് ശിർക്കായതുണ്ടോ അല്ലാത്തുണ്ടോ എന്നാ ചോദിച്ചത്. ശൈത്താൻ മൂന്നൊക്കെ അടിച്ചോന്ന് പേടിക്കുമെന്നുള്ളതല്ല, അത് അടികിട്ടി പൊഴിയുള്ളവന് പലപ്പോഴും അങ്ങനെ തോന്നും, അത് വേറെ കാര്യം. പക്ഷേ ഇവിടെ എന്താ ചോദിച്ചത്? ശൈത്താനോട് ജിന്നിനോടുള്ള ചോദ്യം ശിർക്കാണെന്ന് പറയാൻ എന്താ നിങ്ങൾ ന്യായം പറഞ്ഞത്? ആ ജിന്ന് ആദിയായ സബബിനപ്പുറമാണ് എന്നാണ്. ആദിയായ സബബിനപ്പുറമാണ്. അതുകൊണ്ട് ഏത് ചോദ്യവും ശിർക്ക്. അവിടെയാ ചോദിച്ചത് എങ്കിൽ അതേ ആദിയായ സബബിനപ്പുറമുള്ള ശൈത്താനോട് ഏത് പേടിയും ശിർക്കാവണ്ടേ ആണ് എന്നല്ലേ പറയേണ്ടത്? എന്തേ പറയാത്തത്? അതല്ലേ അബ്ദുസ്സലാം സ്വലമി പഠിപ്പിച്ചത്? സലാം സ്വലമി പറഞ്ഞു, അപ്പോൾ ഭൗതികവും അദൃശ്യവുമായ മാർഗത്തിലൂടെ അള്ളാഹുവിനെ മാത്രമേ ഭയപ്പെടുവാൻ പാടുള്ളൂ. ഇത് ഇസ്ലാം അവതരിപ്പിക്കുന്ന ഏകദൈവ വിശ്വാസത്തിന്റെ പ്രധാന ഭാഗമാണ്. അതിനാൽ അള്ളാഹുവിനെ പുറമെ മറ്റുള്ളവരെ ഭൗതിക മാർഗത്തിലൂടെ ഭയപ്പെടുന്ന എല്ലാ രംഗങ്ങളും ഇസ്ലാം ശിർക്കായി കാണുന്നു. എന്തേ അത് പറയാൻ ധൈര്യമില്ലാത്തത്? അമാനി മൗലവി എഴുതി വെച്ചത് ശിർക്ക് പ്രചരിപ്പിച്ചുവെന്ന് നിങ്ങൾ പറയുമോ? അമാനി മൗലവി മുശ്രിക്കായി എന്ന് നിങ്ങൾ പറയുമോ? ഏതായിരുന്നാലും 3 ചോദ്യം ബാക്കി നിൽക്കുന്നു. ആ 3 ചോദ്യത്തിന്റെ കൂടെ 4ാമത്തെ ചോദ്യം ഓർമ്മ വേണം. ആയത്തോതിയിട്ടില്ല, ഹദീസ് ഉന്നയിച്ചിട്ടില്ല, സഹാബിയുടെ പേര് ഒന്ന് ബർക്കത്തിനെങ്കിലും പറഞ്ഞിട്ടില്ല, താബിഈങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല, താബികളുടെ പേര് പറഞ്ഞിട്ടില്ല. ഒന്ന് പറയണം സുല്ലമി പ്ലീസ്. ഇവിടെ ചാൻസ് കഴിയുകയാണ്. ഒന്ന് ഓതൂ നിങ്ങൾ ആയത്ത്, പറയൂ നിങ്ങൾ ഹദീസ്, പറയൂ സഹാബിയെ, പറയൂ താബിഈയെ, പറയൂ താബിഈയെ. അതല്ലേ വ്യവസ്ഥ. സലഫി മനഹജ് പ്രകാരം നിങ്ങളാണ് പ്രത്യേകം ആവശ്യപ്പെട്ടത് സലഫി മനഹജ് പ്രകാരം എഴുതണമെന്ന്. എവിടെ ആ മനഹജ്? അതുകൊണ്ട് 3 ചോദ്യത്തിന് ഇനി എങ്ങനെ ഉത്തരം പറയൂ. എൻ്റെ 4ാമത്തെ ചോദ്യം നമ്മുടെ നാട്ടിൽ പണ്ഡിത സഭയായി അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട കേരള ജംഇയ്യത്തുൽ ഉലമ, ആ KJU-വിനെ
ഹൈജാക്ക് ചെയ്ത് അത് സ്വന്തം കീശയിലാക്കി വെച്ച ഏതാനും കോക്കസുകാർ താങ്കളെപ്പോൾ ആളുകളുടെ പ്രേരണയ്ക്ക് വഴങ്ങി ഇപ്പോൾ അതിൻ്റെ സർക്കുലറിൽ അതിൻ്റെ ലെറ്റർ പേഡിൽ എഴുതി വിട്ടുവല്ലോ, ജിന്നിനോടുള്ള ഏത് ചോദ്യവും ശിർക്കാണെന്ന്. പ്രമാണം പഠിപ്പിച്ചിട്ടില്ലാത്ത, അല്ലാഹു റസൂലും പഠിപ്പിച്ചിട്ടില്ലാത്ത, ഈ കാലം വരെയും KJUവിന് പരിചയമില്ലാത്ത KM മൗലവിയോ ഉമർ മൗലവിയോ KP മുഹമ്മദ് മൗലവിയോ AP അബ്ദുൽ ഖാദർ മൗലവി പോലും അടുത്ത കാലം വരെ അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ വാദം നിങ്ങളിപ്പോൾ സർക്കുലർ അയച്ചു എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് ഈ KJUവിനെ പോലെ പ്രവർത്തിക്കുന്ന ഇൽമുള്ള പണ്ഡിത സഭകൾ വേറെയും ഉണ്ടല്ലോ. ആ പണ്ഡിത സഭകൾ പ്രധാനപ്പെട്ട കുവൈത്ത് ഇസ്ലാമിയും സൗദി അറേബ്യയിലെ ലജ്നത്തുൽ ഇഫ്താഉം ആ ലജ്ന ഇറക്കിയ ഫത്വയിൽ കാണാം ജിന്നുകളോടുള്ള ഇസ്തിആനത്ത് പറയുമ്പോൾ لأن ذلك من الاستعانة بالجن والشياطين وهي محرمة ووسيلة من وسائل الشرك. ജിന്നുകളുടെ ഇസ്തിആനത്ത് وهي محرمة, അത് ഹറാമാണ്. ووسيلة من وسائل الشرك, ഷിർക്കിന്റെ വസീലകളിൽപ്പെട്ട വസീലയുമാണ്. സൗദി അറേബ്യയിലെ KJU ആണിത്. സൗദി അറേബ്യയിലെ ഹയ്യത്തു കിബാറുൽ ഉലമയാണ്, ലജ്നത്തുൽ ഇഫ്താണ്. ഇബ്നു ബാസും റദിയാനും ഷെയ്ഖ് ഫൗസാനും അഹ്ലു ഷെയ്ഖും ബക്കർ അബൂ സൈദും ഒപ്പിട്ടുകൊണ്ടിറക്കിയ ഈ ഫത്വ ഖുർആനെതിരാണോ ഹദീസിനെതിരാണോ? ആണെങ്കിൽ ഏത് ആയത്തിന്, ഏത് ഹദീസിന്? അതോടൊപ്പം കുവൈത്ത് ഇസ്ലാമി നമുക്ക് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കത്തയച്ചു. ആ കത്തിലും പറഞ്ഞു വറാജിഹു വല്ലാഹു അഅലം അന്നൽ ഇസ്തിആനത ബിൽ ജിന്നി അൻവാഉൻ, ജിന്നോട് ഇസ്തിആനത്ത് പലതരമുണ്ട്. മിൻഹാ മാ ഹുവ ശിർകുൻ, ശിർക്കായതുണ്ട്. വമിൻഹാ മാ ഹുവ വസിയത്തുൻ ഇല ശിർകി, ശിർക്കിലേക്ക് വസീലയായതുണ്ട്. വയഹ്റുമു ജമീഉഹാ, എല്ലാം ഹറാമാണ്. മിൻ ബാബി സദ്ദിൽ ദരീഅതി ഇല ശിർകി, ശിർക്കിലേക്കുള്ള വഴി അടക്കുക എന്ന തത്വപ്രകാരം എല്ലാം ഹറാം. കുവൈത്തിലെ KJU, കുവൈത്തിലെ ഇസ്ലാമി അവർ പറയുന്നു ഈ ഇസ്തിആനത്തിൽ ശിർക്കായതുണ്ട്, വസീലയായതുണ്ട്. സൗദി അറേബ്യയിലെ ലജ്ന പറയുന്നു ശിർക്കായതുണ്ട്, വസീലയായതുണ്ട്. KJU ഈ ഒരു നൂറ്റാണ്ട് കാലം പറഞ്ഞു ഇതേ ആശയം. ഇപ്പൊ അതിനെ മറികടന്നുകൊണ്ട് നിങ്ങൾ കുറച്ചാളുകൾ വ്യാജമായി എഴുതി ചേർത്ത് ഇങ്ങോട്ട് കൊടുത്തയച്ചു എല്ലാം ശിർക്കാണ്. ഈ KJU പറഞ്ഞ KJUവിന്റെ പേരിൽ ഈ പ്രചരിപ്പിക്കുന്ന വാദമാണ് ശരിയെങ്കിൽ എന്തേ കുവൈത്ത് നിങ്ങൾ കത്തയച്ചില്ല? ഈ ഇയ്യാക നഅ്ബുദു എന്തേ അങ്ങോട്ട് അറിയിച്ചില്ല? ഒന്ന് പറയണ്ടേ, നിങ്ങൾ ഇയ്യാക നഅ്ബുദു പഠിക്കണം എന്ന് പറയണ്ടേ, എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇപ്പോ തനി ഖുറാഫികൾ ചോദിക്കുന്നത് പോലെ എന്തേ ഇമാം നവവിക്ക് ആയത്ത് മനസ്സിലായില്ലേ, മറ്റാൾക്ക് ഹദീത്ത് മനസ്സിലായില്ലേ എന്ന പഴയോടത്ത് എവിടെയാണോ മുസ്ലിയാർ നിന്നീനത് അതേ പദവി തന്നെ ഇപ്പോഴും മുസ്ലിയാർ നിൽക്കുന്നത്. ഇവിടെ ഇപ്പം എന്താ, ജിന്നിനോടുള്ള സഹായ ചോദ്യം ഷിർക്കാണ് എന്നതിൻ്റെ ആയത്തുകൾ ഇവിടെ ഓതി, ഹദീത്ത് ഓതി, അതിന് പുറമെ പണ്ഡിതന്മാരുടെ ഫത്വയും ഓതി. എന്നാൽ ജിന്നിനോടുള്ള സഹായ ചോദ്യത്തിൽ വസീലത്ത് ഷിർക്കുണ്ട് എന്നതിന് മുസ്ലിയാർക്ക് ഒരായത്ത് ഓതിയിട്ടില്ല. അതേപോലെ തന്നെ ആ രീതിയിലൊരു തെളിവും ഇവിടെ കൊണ്ടുവന്നില്ല. ഇപ്പം ഏറ്റവും അവസാനത്തിൽ മുസ്ലിയാർ സൗദി അറേബ്യയിലെ ലജ്നത്തു ദായിമയുടെയും സൗദി അറേബ്യയിലെ KJUവിൻ്റെയും അതേപോലെ തന്നെ കുവൈത്തിലെ KJUവിൻ്റെയും ഫത്വാന ഇയാത്തുറാത്തുൽ ഇസ്ലാമി എന്നത് അവിടുത്തെ പണ്ഡിത സഭയെന്നാണ് മൂപ്പര് മനസ്സിലാക്കിയത്. അത് എന്താണെന്ന് ഇയാൾക്കറിയില്ല. ഇയാത്തുറാത്തുൽ ഇസ്ലാമി കുവൈത്തിലെ പണ്ഡിത സഭയല്ല. മുസ്ലിയാരെ അതെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കോളി. ഇയാത്തുറാത്തുൽ ഇസ്ലാമി അവിടുത്തെ പണ്ഡിത സഭയല്ല. എന്നിട്ട് കുവൈത്തിലെ KJUവിൻ്റെയും അതേപോലെ തന്നെ സൗദിയിലെ KJUവിൻ്റെയും രണ്ട് ഇബാറത്ത് വായിച്ചു. എന്നാ ഇബാറത്ത് വായിച്ചതിന് എന്താ തെളിവ് കൊടുത്തത്? അത് മുസ്ലിയാർ വായിച്ചോ? ഇനി ഉണ്ടെങ്കിൽ അത് വായിക്കാൻ കഴിയുമോ മൂപ്പർക്ക്? ലജ്നത്ത് ദായിമൻ്റെ എന്ന് പറഞ്ഞുകൊണ്ടൊരു വാചകവും അതേപോലെ തന്നെ ഇഹാത്തുറാത്തുൽ ഇസ്ലാമിയുടെ എന്ന് പറഞ്ഞുകൊണ്ടൊരു വാചകവും വായിച്ചു. ആ വാചകം വായിച്ചത് കൊണ്ടല്ല മുസ്ലിയാരെ തെളിവാകുക. ആ വാചകം അവർ എഴുതാനുള്ള ഖുർആനിൻ്റെ ആയത്തേത്, ഹദീത്ത് ഏത്, അതാണ് വേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയേണ്ടത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുൽ കുർസി ഓതി, അത് ഞങ്ങൾക്കറിയാം. റസൂലുള്ള ഓതിയോടത്തൊക്കെ ഞങ്ങൾ ഓതുന്നുണ്ട്. എന്നാൽ റസൂലുള്ള ആയത്തുൽ കുർസി ഓതിയത് എൻ്റെ മേത്ത് ഏതെങ്കിലും ജിന്ന് കയറും എന്ന് പേടിച്ചിട്ടല്ല. അങ്ങനെ മനസ്സിലാക്കുന്നത് അതാണ് നിങ്ങളെ കുബൂരിയൻ ചിന്ത, ഖുറാഫാത്തിൻ ചിന്തയാണ് നിങ്ങളത്. ആ ഖുറാഫാത്ത് ചിന്തയാണ് നിങ്ങളിവിടെ കൊണ്ടുവരുന്നത്. റസൂലുള്ള ആയത്തുൽ കുർസി അടക്കം ഏതൊക്കെ ദിക്റുകളും ഏതൊക്കെ ദുആകളും എപ്പോഴൊക്കെ നടത്തിയോ അപ്പോഴൊക്കെ നടത്തണം, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ദിക്റോ ദുആയോ പിശാച്ചിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി നബി നടത്തിയത് ആ പിശാച്ച് ആ തിന്മ ബാധിപ്പിക്കും എന്ന് പേടിച്ചുകൊണ്ടല്ല.
അതിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് നേരത്തെ മുസ്ലിങ്ങളുടെ വായിച്ചില്ലേ, ഈ വായന വളരെ ശ്രദ്ധിച്ചൊന്നാണ് കേട്ടാൽ മതി. അമാനി മൊയിലൂടെ തഫ്സീറിൽ 1200 പേജിൽ ചില പരമാർത്ഥങ്ങൾ ഇവിടെ ഓർക്കുന്നത് നന്ന്. ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും ഭയഭക്തിയും എത്ര കണ്ടുണ്ടോ അത്ര കണ്ട് അവൻ പിശാചിൻ്റെ ചതിയെക്കുറിച്ച് ഭയപ്പെടണം. പിശാചിനെ പേടിക്കണം എന്നല്ല പറഞ്ഞത്, പിശാചിൻ്റെ ചതിയെക്കുറിച്ച് ഭയപ്പെടണം. പിശാചിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവനുമായിരിക്കും. അതാണ് ആ പേടി എങ്ങനെ പിന്നെ ഭയപ്പാടുന്ന എങ്ങനെ രക്ഷയിടുക? അള്ളാഹുവിനോട് രക്ഷ തേടിയിട്ട്. എന്നിട്ടാണ് അതിന് അവസാനം പറഞ്ഞത്, പിശാചിൻ്റെ വഞ്ചനയിൽ അകപ്പെടുന്നതിനെ പറ്റി ഭയവും ശ്രദ്ധയും ഉള്ളവനാകട്ടെ. അള്ളാഹു ചൂണ്ടിക്കാട്ടിയതുപോലെ സദാ അതിനെക്കുറിച്ച് ജാഗരൂകനായിരിക്കുന്നത് കൊണ്ട് യഥേഷ്ടം അവനെ വഴിപിഴപ്പിക്കുവാൻ പിശാചിന് സാധ്യമാകുന്നതല്ല. അപ്പോൾ ലജ്നൻ്റെ ഫത്വ വായിച്ചാൽ പോരാ, ഇയാത്തുറാസുൽ ഇസ്ലാമിൻ്റെ ഫത്വ വായിച്ചാൽ പോരാ. നിങ്ങൾക്ക് പറ്റിയ തകരാറ് ഇതാ. ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അറബിയിൽ കാണുന്നതൊക്കെ പ്രമാണമാണ്. പണ്ട് പറയില്ല, വായി തോന്നിയതൊക്കെ കോതക്ക് പാട്ട് എന്നതുപോലെ അറബിയിൽ എവിടെ ഇബാറത്ത് കണ്ടോ അതൊക്കെ പ്രമാണമാണെന്നാണ് മനസ്സിലാക്കി വെച്ചത്. അതല്ല പ്രമാണം. അറബിയിൽ എഴുതിയ വാചകത്തിന് അത് ആര് പറഞ്ഞാലും ശരി. ഇവിടെ ലജ്നത്തു കേരള ജമിയത്തുൽ ഉലമ, ആ ജമിയത്തുൽ ഉലമയുടെ തീരുമാനത്തിൽ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, വളരെ കൃത്യമായി പറഞ്ഞു, ഫീ ശൈഇൻ മിനൽ അഷ്യാ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും പെട്ട് മുസ്ലിയാരെ. പിന്നെ അതിൽ നിന്ന് വസീലത്ത് ശിർക്കാവുന്ന വേറൊരു ഭാഗമല്ല. ഫീ ശൈഇൻ മിനൽ അഷ്യാ, എല്ലാ വിഷയത്തിലും, ഒരു വിഷയത്തിലും ജിന്നിനോടോ മലക്കിനോടോ കാര്യകാരണ ബന്ധത്തിനപ്പുറത്ത് മനുഷ്യരോടോ ചോദിക്കൽ അനുവദനീയമല്ല. കാരണം അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. എന്തുകൊണ്ടാ കേരള ജമിയത്തുൽ ഉലമ ലജ്നത്തു ദായിമയുടെ ഈ ഫത്വ KJUവിൻ്റെ തീരുമാനത്തിൽ എടുത്തു കൊടുത്തത്? ജമിയത്തുൽ ഉലമ ആ ഫത്വ പറയാൻ, അല്ല ലജ്നത്തു ദായിമ ആ ഫത്വ പറയാൻ ആയത്തോതി, ഹദീസോതി, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ വഇദാ സ്തഅൻത ഫസ്തഈൻ ബില്ലാഹ്. എന്നാൽ മുസ്ലിയാരെ ഒന്നുകൂടി ശ്രദ്ധിക്കും, കിതാബൊക്കെ പിന്നി മറിച്ചൊക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കും. ഇങ്ങനെയിപ്പോൾ പറഞ്ഞ ഈ വായിച്ച രണ്ടെണ്ണം ഉണ്ടല്ലോ, ഏത്? ഒന്ന് ലജ്നത്തു ദായിമയുടെ ഇപ്പോൾ വായിച്ച ഭാഗം, അതേപോലെ ഇഹ്യാത്തുറാത്തുൽ ഇസ്ലാമിയുടെ ഇപ്പോൾ വായിച്ച ഭാഗം. ഈ രണ്ട് ഭാഗവും മുമ്പിൽ വെച്ച് നിങ്ങൾ നേരത്തെ മറുപടി പറഞ്ഞപ്പോൾ വസീലത്ത് ശിർക്കാകുന്നതിന് ഓതിയല്ലോ, വസീലത്ത് ശിർക്കാകുന്നതിന് ആയത്തോതിയല്ലോ. ആ ആയത്തെങ്കിലും ലജ്നത്തു ദായിമയും അതേപോലെ തന്നെ ഇഹ്യാത്തുറാത്തുൽ ഇസ്ലാമിയയും ഇവിടെ വസീലത്ത് ശിർക്കുണ്ട് എന്ന് പറഞ്ഞതിന് ഓതിയോ? അപ്പോൾ ഒരു വാദം പറഞ്ഞാൽ പോരാ, ആ വാദം അറബി വാചകമായതുകൊണ്ട് ഇസ്ലാമിൽ പ്രമാണമാവുകയില്ല. അത് പ്രമാണമാവണമെങ്കിൽ അതിന് കൃത്യമായ തെളിവ് വേണം. ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അതിനുവേണ്ടിയാണ് മനുഷ്യന്മാർ കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹായം ചോദിച്ചാൽ അത് ശിർക്കാവുകയില്ല എന്നതിന് അഈനൂനി ബിഖുവ എന്ന സൂറത്ത് കൗഫിലെയും വതആവനു അലൽ ബിർരി വത്തഖ്വ എന്ന ആയത്തും ഓതിയത്. ഇത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആ ഇസ്തിആനത്തിൻ്റെ വിധിയിൽ നിന്നും മാറ്റി നിർത്താവുന്നതാണ്. അതിൽ നിന്ന് മാറ്റി നിർത്താം. ആ വിധിയിൽ ഇത് അതിനെതിരാവുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ. എന്നാൽ കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിലും പ്രവാചകന്റെ 23 കൊല്ലത്തെ ജീവിത മാതൃകയുടെ അടിസ്ഥാനത്തിലും മുൻ പ്രവാചകന്മാർ ജീവിച്ച് കാണിച്ചു തന്ന മാതൃകയുടെ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ ദുൽഖർനിയുടെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൂറത്തുൽ കൗഫിലെ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലും ഇങ്ങനെ ധാരാളക്കണക്കിന് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളോടുള്ള സഹായ ചോദ്യം അത് ഈ ആയത്തിൻ്റെ പരിധിയിൽ ആരും ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ മനുഷ്യർ പരസ്പരം നടത്തുന്ന സഹായം ചോദിക്കൽ അത് അനുവദനീയമാണ് എന്നത് പറയുകയും ചെയ്തു. അതെന്നെ സഹാബത്ത് മനസ്സിലാക്കിയത്. എന്നാൽ അതിനെതിരെ ഒരു സഹാബി മനസ്സിലാക്കിയിട്ടുണ്ടോ? മുഴുവൻ സഹാബികളും, ഒരൊറ്റ സഹാബി ഒഴിവില്ല. വതആവനു അലൽ ബിർരി വത്തഖ്വ എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ
പരസ്പരം മനുഷ്യന്മാർ പരസ്പരം സഹായം ചോദിക്കുന്നത് അനുവദനീയമാണ് എന്നാണ് ഇബ്നു അബ്ബാസ് മനസ്സിലാക്കിയത്, എന്നാണ് ഇബ്നു ഉമർ മനസ്സിലാക്കിയത്, എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത്, എന്നാണ് ഖുലഫാഉർ റാഷിദീങ്ങൾ മനസ്സിലാക്കിയത്, എന്നാണ് താബീങ്ങൾ മനസ്സിലാക്കിയത്, എന്നാണ് തബഉ താബീങ്ങൾ മനസ്സിലാക്കിയത്. അതിനെതിരെ ഈ ആയത്തിൽ ജിന്ന് വരും, മലക്ക് പെടും എന്ന് ഒരാളും NV സാലിം മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കിയില്ല. പിന്നെ NV സാലിം ഉദ്ധരിച്ചത് ഷെയ്ഖ് മുഖ്ബിലിനോട് ചോദിക്കണം എന്നാ മൂപ്പര് പറഞ്ഞത്. ഷെയ്ഖ് മുഖ്ബിലിന്റെ ഇബാറത്ത് എന്തിനാ ഉദ്ധരിച്ചത്? ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ഒരുപാട് പണ്ഡിതന്മാരുടെ ഫത്വകളോടെ കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയാ? അങ്ങനെയാണെങ്കിൽ മുസ്ലിയാരങ്ങൾക്ക് അടുത്ത പ്രസംഗത്തിൽ കാന്തപുരം ഓതിയ വസൽമൻ അർസലിനെ ഉദ്ധരിച്ചുകൂടെ? നിങ്ങൾക്ക് അത് ഉദ്ധരിച്ചുകൂടെ? എന്നിട്ട് ആ സാക്ഷാൽ ഖുബൂരിയത്ത് കൂടി, ഈ ജിന്നൂരിസത്തിന്റെ കൂടെ സാക്ഷാൽ ഖുബൂരിയത്ത് കൂടി മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് എന്ത് ചെയ്യുക? ആയത്തോതുക, വസൽമൻ അർസൽനാ മിൻ ഖബലിക മിൻ റുസുലിന. അപ്പൊ ചോദിക്കും, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ കാന്തപുരമല്ലേ ഓതിയത്, അല്ലാതെ നിങ്ങൾ എങ്ങനെ അത് കിട്ടുക? അത് കാന്തപുരത്തോട് ചോദിക്കണം എന്ന് പറഞ്ഞാൽ മറുപടിയാവോ? മുജാഹിദ് വേദിയിൽ നിങ്ങൾ എന്തിനാ തോന്നുന്നത് എന്നുള്ളത് NV സാലിമ് ശിർക്ക് പ്രചരിപ്പിക്കുന്ന നിങ്ങളുടെ ബൈലക്സിലെ MICR എന്ന ക്ലാസ് റൂമിലാ ഓതിയത്. ഷെയ്ഖ് മുഖ്ബിലിന്റെ അഭിപ്രായമാണത്. ഷെയ്ഖ് മുഖ്ബിലിന്റെ അഭിപ്രായമാണെങ്കിൽ അദ്ദേഹം പിന്നെ അത് ഓതിയിട്ട് പറഞ്ഞോ, ഈ ആയത്തിൽ ജിന്ന് പെടൂലട്ടോ, ഈ ആയത്തിൽ മലക്ക് പെടൂലട്ടോ എന്നാണോ പറഞ്ഞത്? അല്ല. ഷെയ്ഖ് മുഖ്ബിൽ എന്താ പറഞ്ഞത്? ഫയജൂസു തആവുനു മഅഹും. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അവരോട് ഇസ്തിആനത്ത് നടത്തൽ അനുവദനീയമാണ്. അത് നിങ്ങൾ അംഗീകരിക്കുവോ? വതആവുനൽ ബിർരി വത്തഖ്വ എന്നതിനെ നിങ്ങൾ പറയണ്ട. എന്തിനാ നിങ്ങൾ ആയത്ത് ഉദ്ധരിച്ചത്? ഈ ആയത്തിറങ്ങിയത് സഹാബികൾക്കാ, പ്രവാചകനാ ഓതിക്കൊടുത്തത് സഹാബികൾക്ക്. സഹാബത്തെ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവരാ സഹാബത്ത്. മനസ്സിലായോ? നിങ്ങളെ വാദം അനുസരിച്ചോ? എന്ന ആയത്തിൽ ജിന്നും മലക്കും പെടുമെങ്കിൽ നിങ്ങളുടെ വാദം അനുസരിച്ച് ജിന്നിനോടോ മലക്കിനോടോ ഏതെങ്കിലും ഒരു സഹാബി ഇസ്തിഹാനത്തോ ഇസ്തിഗാസയോ നടത്തിയിരിക്കണം. അപ്പോഴാണ്. കാരണം അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കണം, റസൂലുള്ളാഹിയിൽ നിന്ന് ഞങ്ങൾ 10 ആയത്തുകൾ പഠിക്കുകയില്ല. 10 ആയത്തുകൾ പഠിച്ചാൽ 11ാമത്തെ ആയത്ത് പഠിക്കുകയില്ല. ഏതുവരെ? ഈ 10 ആയത്തിൽ പറഞ്ഞ വിഷയം ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയിട്ടല്ലാതെ 11ാമത്തെ ആയത്ത് ഞങ്ങൾ പഠിക്കുകയില്ല. അപ്പോ ബിർരി വത്തഖ്വ എന്ന ആയത്തിൽ ജിന്നും മലക്കും ഉൾപ്പെടുമെങ്കിൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ജിന്നിനോട് സഹായം ചോദിക്കണം. ഏതായാലും സുല്ലമയിൽ തസ്കിയത്ത് ക്ലാസ് സമയമല്ല. അസ്സലാമു അലൈക്കും. ഇത് നമ്മുടെ 2ാമത്തെ സെഷനിലെ അവസാനത്തെ ചോദ്യമാണ്, അവസാനത്തെ ഉത്തരവുമാണ്. അതിൻ്റെ ശേഷം ഇനി 10 മിനിറ്റ് വീതമുള്ള കൺക്ലൂഷനാണ്. അപ്പം നിങ്ങളത് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചോളി. ഇവിടെ മറുപടി പറയുന്നവരും ശ്രദ്ധിക്കുക. 10 മിനിറ്റുള്ള ഉത്തരം അവസാനത്തേതാകും. സുല്ലമി ഇത് തസ്കിയത്ത് ക്ലാസ് സമയമല്ല. ഇപ്പം എല്ലാം കഴിഞ്ഞപ്പോൾ മൂപ്പര് പഴയ നോട്ടൊക്കെ മറിച്ച് ഇപ്പം എന്താ വഴുതു പറയാൻ പറ്റുക എന്നപ്പം നോക്കണത്. ഇനി വേണമെങ്കിൽ ക്ലിപ്പിടാൻ പറ്റുമോ നോക്കിക്കോളി, എന്നാൽ പിന്നെ മുഴുവനായല്ലോ. അതോടൊന്നും കാര്യമില്ല സുല്ലമി. ഇവിടെ ചോദിച്ചത് എന്താ? ഇഹ്യാത്തുൽ ക്ലാസ് പറഞ്ഞ തെളിവാണോ എന്നല്ല ചോദിച്ചത്. അതേപോലെ സൗദിയിലെ ലജ്ന പറഞ്ഞ തെളിവാണോ എന്നല്ല ചോദിച്ചത്. ഇത് ബേജാറുണ്ട്, എന്താ ചോദിച്ചത് മനസ്സിലാവില്ല. വിയർപ്പ് തുടക്കം വേണം, ബേജാറ് അമർത്തും വേണം. ഇതിനിടയ്ക്ക് എന്താ ചോദിച്ചു മനസ്സിലാവണ്ടേ? എന്താ സുല്ലമി ഞാൻ ചോദിച്ചത്? എൻ്റെ 4ാമത്തെ ചോദ്യം എന്തായിരുന്നു? കുവൈത്തിലെ ഇഹ്യാത്തുൽ ക്ലാസുൽ ഇസ്ലാമി, ആ കുവൈത്തിലെ ഇഹ്യാത്തുൽ ക്ലാസുൽ ഇസ്ലാമി നമ്മുടെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് നമുക്ക് കത്തയച്ചു. ആ കത്തിൽ പറയുന്നു ജിന്നിനോടുള്ള ഇസ്തിആനത്ത് 2 വിധം. ഏതാ 2 വിധം? മിൻഹാ മാ ഹുവ ശിർകുൻ വമിൻഹാ മാ ഹുവ വസിയത്തുൻ ഇല ശിർകി. ഇനിയെങ്കിലും ശ്രദ്ധിക്ക്, ഇനി എനിക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ടാവില്ല, അതുകൊണ്ട് ഇനിയെങ്കിലും ശ്രദ്ധിക്കണം ചോദ്യം എന്താണെന്നുള്ളത്. ഷിർക്കായതുണ്ട്, വസീലയായതുണ്ട് എന്ന് കുവൈത്തിലെ ഇഹ്യാത്തുൽ ക്ലാസുൽ ഇസ്ലാമി പറയുന്നു. സൗദി അറേബ്യയിലെ ലജ്ന പറയുന്നു വസീലത്തു ഷിർക്കായതുണ്ട് ഇസ്തിആനത്തിന്റെ കൂട്ടത്തിൽ എന്ന്. ഈ 2 ഫത്വയും ആയത്തിന് വിരുദ്ധമാണോ, ഹദീസിന് വിരുദ്ധമാണോ? ആണെങ്കിൽ ഏത് ആയത്തിന്, ഏത് ഹദീസിന്? ഇതാ എൻ്റെ ചോദ്യം. അല്ലെ ഇത് തെളിവാണോ എന്നല്ല. ഞങ്ങൾക്ക് ആ ഫത്വ ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ ഖുർആൻ കൊണ്ട് തെളിഞ്ഞതാ, ഹദീസോട് തെളിഞ്ഞതാ. അവിടെ ഈ ഫത്വ ഞങ്ങൾക്ക് ആവശ്യമില്ല, പക്ഷെ ഞങ്ങളുടെ വിശ്വാസത്തിനെ ബലപ്പെടുത്തിക്കൊണ്ട് ഒരു ഫത്വ കൂടി കിട്ടി എന്ന് മാത്രം. ഇനിയിപ്പോൾ ഇഹ്യാത്തുൽ ക്ലാസുൽ ഇസ്ലാമി പണ്ഡിത സഭയാണോ എന്നാണ് ഇനിയിപ്പോൾ ബേജാറാകണ്ട. അവർ എല്ലാ ഭാഗവും കൈകാര്യം ചെയ്യാറുണ്ട്. ഒരു വെറും പൈസ അയക്കലും അത് ഇവിടെ ആരും വാങ്ങലും മാത്രമല്ല,
ഇൽമിയായ വശവും കൈകാര്യം ചെയ്യാറുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇങ്ങോട്ട് കത്തയച്ചപ്പോൾ അതാരാ ചർച്ചയ്ക്ക് വന്നത്, ആരാ ഒപ്പിട്ടത്, ആരാണ് ആ കത്തിൽ നമ്മോട് ഈ നിർദ്ദേശം മുമ്പോട്ട് വെച്ചത്? മുഹമ്മദ് ഹമൂദ് നജ്ദി. ആരാ നജ്ദി? കായക്കൂടി അദ്ദേഹം ശ്രദ്ധിക്കട്ടെ. ആരാ നജ്ദി? റഈസു ലജ്നത്തിൽ ബഹ്സിൽ ഇൽമിയ്യി, വൈജ്ഞാനിക തലം ചർച്ച ചെയ്യുന്ന വകുപ്പിന്റെ റഈസ്. അപ്പൊ നിങ്ങൾ വിചാരിച്ച പോലെ കുവൈത്തിൽ നിന്ന് പൈസ വാങ്ങൽ മാത്രമല്ല, അവർ ദീൻ പഠിപ്പിക്കുന്നുണ്ട്, ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആ നജ്ദിയാണല്ലോ നമ്മുടെ ചങ്ങരംകുളം സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ഇതാ വിചിന്തനം ഫോട്ടോ സഹിതം കൊടുത്തു. ചങ്ങരംകുളം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നജ്ദി എന്തേ ഇപ്പൊ നജ്ദിയെ പറ്റാതായോ? എന്തേ കോഴിക്കോട് സമ്മേളനത്തിന് നജ്ദിയെ വിളിച്ചില്ല? എന്തേ നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുവന്നില്ല? ഞങ്ങൾ സംഘടിപ്പിച്ച MSMന്റെ പോപ്കോണിൽ അദ്ദേഹം വരാൻ താൽക്കാലിക പ്രയാസം ഉണ്ടായതുകൊണ്ട് അവിടെ നിന്ന് വീഡിയോ കോൺഫറൻസ് വഴി പ്രസംഗിക്കുകയും ചെയ്തു. നജ്ദിക്ക് മനസ്സിലായി പ്രമാണം ഞങ്ങളുടെ കൂടെയാണ്, നിങ്ങളുടെ കൂടെ പ്രമാണിമാരാണ് എന്ന് നജ്ദിക്ക് മനസ്സിലായി. ഏതായിരുന്നാലും സുല്ലമി ഇപ്പൊ ഇങ്ങോട്ട് ചോദിക്കുന്ന സമയമല്ല, ഉത്തരം പറയണ സമയമാണ്. അപ്പൊ NV സാലിം പറഞ്ഞ എന്തിനാ ഉദ്ധരിച്ചത്? സാലിമി ആയത്തോതിയല്ലോ എന്ന് പറഞ്ഞപ്പോഴാ അത് മുഖബിൽ വാദി തെളിവാക്കിയിട്ടുണ്ട് എന്ന് സാലിം പറഞ്ഞതാണ് എന്ന് പറയാൻ അത് പറഞ്ഞത്. അപ്പൊ ചോദിക്കേണ്ടത് എവിടെയാണ്? അത് വാദിയോട് തന്നെയാണ്, മുഖബിലോട് തന്നെയാണ് ചോദിക്കേണ്ടത്. അതും മനസ്സിലായിട്ടില്ലെങ്കിൽ എന്താ ചെയ്യാ? ഏതായിരുന്നാലും ബഹുമാനായ ഹംസ ബാക്കവിയൊക്കെ ഇത്ര ഇടങ്ങാറാക്കി അവന് കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു ഈ ദയനീയത കാണാൻ. കായക്കുടിക്ക് ഏതായാലും പിന്നെ ദയനീയത കണ്ടും അനുഭവിച്ചും പരിചയമുള്ളതാണല്ലോ. പക്ഷേ ബാക്കവിയെ ഈ രൂപത്തിൽ നിങ്ങൾ വഷളാക്കേണ്ടില്ലായിരുന്നു എന്നാ സൂചിപ്പിക്കാനുള്ളത്. ഏതായിരുന്നാലും എൻ്റെ അഞ്ചാമത്തെ ചോദ്യം ഇവിടെ നാം ഇതുവരെയും ചർച്ച ചെയ്ത വിഷയത്തിന്റെ ഭാഗമായി തന്നെ ഇബാദത്താണല്ലോ നമ്മുടെ ചർച്ചയുടെ മർമ്മം. അവിടെയാണല്ലോ ഈ വിവാദം ഉണ്ടായത്. അല്ല എന്ന് ഇപ്പം ആരൊക്കെ പറഞ്ഞാലും ആണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ചോദിക്കുന്നു, ഈ ഹദീസുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ബഹുമാനായ കെ ഉമർ മൗലവി സൽസബീലിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അതിന് ഖുറാഫികൾക്ക് മറുപടി നൽകിക്കൊണ്ട് പറഞ്ഞു, വിജനപ്രദേശത്ത് ഒറ്റക്കകപ്പെട്ട് വിഷമം കൊടുമ്പിരി കൊള്ളുമ്പോൾ എന്നിങ്ങനെ സന്ദർഭം വ്യക്തമായി നിർണയപ്പെടുത്തി. നേരത്തെ നിങ്ങൾ പറഞ്ഞ മുൽത്വറ് അതാണ് കൊടുമ്പിരി കൊള്ളുക. അപ്പോൾ ആ ജനനിബിഡമായ പ്രദേശത്ത് വെച്ച് മൊഹീദ്ദീൻ ശൈഖിനെ വിളിച്ചു തേടാൻ എന്ത് വെളിച്ചമാണ് ഹദീസിനുള്ളത്? സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിലകപ്പെടുന്ന സമയത്ത് യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാൽ അള്ളാഹുവിൻ്റെ മലക്കുകളും ജിന്നുകളും ആ ഗതിമുട്ടിയ മുഅ്മിനിനെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഈ പ്രതീക്ഷ സബബിന് പുറത്തല്ലേ? ജിന്ന് സബബല്ലെങ്കിൽ, മലക്ക് സബബല്ലെങ്കിൽ ഈ പ്രതീക്ഷ സബബിന് പുറത്തല്ലേ? ഇപ്പൊ നിങ്ങൾ കൊടുമ്പിരി കൊള്ളുന്നു, ഞങ്ങൾക്കറിയാം. ഇപ്പൊ കൊടുമ്പിരി കൊള്ളുന്നു. ഈ സമയത്ത് വിളിച്ചാൽ ജിന്നും മലക്കും സഹായിക്കാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കാമെന്ന് ഉമർ മൗലവി പറഞ്ഞ ഈ പ്രതീക്ഷ ശിർക്കാണോ? സൽസബീൽ ശിർക്ക് പ്രചരിപ്പിച്ചുവോ? ഉമർ മൗലവി ശിർക്ക് പ്രചരിപ്പിച്ചുവോ? മാത്രവുമല്ല, നേരത്തെ എണ്ണി പറഞ്ഞ ബക്കർ അബൂ സൈദും അതേപോലെ ഷെയ്ഖ് ഫൗസാനും ഇബ്നു ബാസും ഷെയ്ഖ് ഉസൈമീനും ഷെയ്ഖ് അൽബാനിയും അതേപോലെ ഷൗക്കാനി മുതൽ ഇങ്ങോട്ട് 100 കണക്കോളം എത്തുന്ന സലഫി പണ്ഡിതന്മാർ അവരൊക്കെ പറഞ്ഞത് ശിർക്ക് പ്രചരിപ്പിച്ചതാണോ? ഫൈസൽ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ആ പഴയ സ്വഭാവം നിലനിർത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. പിന്നെ ഈ വാദപ്രതിവാദം അദ്ദേഹത്തിന് ഒരു തസ്കിയത്തായി അനുഭവപ്പെട്ടു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം അള്ളാൻ്റെ ദീൻ ഒരു തസ്കിയത്ത് ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്നത് പോലെ അദ്ദേഹത്തിന് ഒരുപാട് ഇൽമ് ഈ വാദപ്രതിവാദത്തിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ മറുപടി അദ്ദേഹത്തിന് ഒരു തസ്കിയത്ത് ക്ലാസ്സായി അനുഭവപ്പെട്ടു എന്ന് സമ്മതിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഫൈസൽ മുസ്ലിയാരെ, താങ്കൾ നന്നാവും, പ്രതീക്ഷയുണ്ട്, താങ്കൾ നന്നാവും. അതുകൊണ്ട് പിന്നെ കുവൈത്തിലെ കത്തിലെ ഭാഗത്തെക്കുറിച്ചുള്ള പരാമർശമാണ് ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. കുവൈത്തിലെ കത്തിൽ പറഞ്ഞ ഈ ഭാഗത്തിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇത് വസീലത്ത് ശിർക്ക് എന്നുള്ള പരാമർശം മാത്രം ഉണ്ടായാൽ പോരാ, അതിന് തെളിവ് വേണം. 1. 2, അതിൽ വസീലത്ത് ശിർക്ക് എന്ന് പറഞ്ഞതും ഖുർആനിനെതിരാണോ എന്നാ. അത് എതിരായത് കൊണ്ടല്ലേ ജമിയത്തുൽ ഉലമ തീരുമാനമെടുത്തത് മുസ്ലിയാരെ? അത് എതിരായത് കൊണ്ടാണല്ലോ ജമിയത്തുൽ ഉലമ തീരുമാനമെടുത്തത്. ലജ്നത്തു ദായിമയുടെ തീരുമാനം പോലെ അതിനെതിരാണല്ലോ. അപ്പോഴോ ലജ്നത്തു ദായിമ ജമിയത്തുൽ ഉലമയുടെ തീരുമാനത്തിൽ കൊടുത്ത ഫത്വ, ഈ ഫത്വ എന്താ? റുഖിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ്.
റുഖിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യത്തിൻ്റെ മറുപടിയിലാണ് ലജ്നത്തു ദായിമ ജിന്നിനോടോ മലക്കിനോടോ മനുഷ്യരോടോ മറ്റുള്ളവരോടോ ചോദിക്കാൻ പാടില്ല, ഇല്ലാമൽ ഹയ്യൽ ഖാദിരി എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനോടല്ലാതെ എന്ന് പറഞ്ഞത്. അപ്പോൾ എന്നിട്ട് ആയത്തോത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ വഇദാ ഇസ്തഅൻത ഫസ്തഈൻ ബില്ലാഹ്. അതുകൊണ്ട് ഏത് ഫത്വയാണെങ്കിലും ഖുർആനിൻ്റെയോ ഹദീത്തിൻ്റെയോ പിൻബലമില്ലാത്തതാണ് എങ്കിൽ അത് സ്വീകാര്യമല്ല. പിന്നെ ഇഹ്യാ തുറാത്തുൽ ഇസ്ലാമി അംഗീകരിച്ചു, അവർ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് സ്വീകാര്യമാകുമെങ്കിൽ ഇത് എൻ്റെ കയ്യിലുള്ളത് കിതാബ് ശരിയ എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. ഇമാം അബൂബക്കർ മുഹമ്മദ് ബിൻ അൽ ഹുസൈൻ ഇബ്ൻ അബ്ദുള്ള അൽ ആജിരിയുടെ ഷാഫി മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതനായ ഈ കിതാബ് ഇഹ്യാ തുറാത്തുൽ ഇസ്ലാമി പരിശോധിച്ച് അതിനുശേഷം പിന്നെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉണ്ടോ മഷ്റൂ മക്തബത്തു താലിബുൽ ഇൽം ജംഇയ്യത്തു ഇഹ്യാ തുറാത്തുൽ ഇസ്ലാമി ഇദാറത്തു ബിനാഇൽ മസാജിദ് വൽ മശാരി അൽ ഇസ്ലാമിയ്യ ഇവർ വിതരണം ചെയ്യുന്നതാണ്. ഈ പുസ്തകത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫാദിഖിലുൽ ഹബീബ ഇലൽ ഹബീബി എന്ന് പറഞ്ഞ ആ പരാമർശം. അതിനെക്കുറിച്ച് മൂപ്പരെന്താ പറഞ്ഞത്? അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞു, ഇവിടുന്ന് അങ്ങോട്ട് ചോദിച്ചതല്ല എന്നാ. എന്നിട്ട് ഇന്നോടൊരു കളിയാക്കലും നാസർ സുല്ലമി ഇങ്ങക്ക് അതിനെക്കുറിച്ച് അറിയോ, നിങ്ങളത് വായിച്ചിട്ടുണ്ടോ, നിങ്ങളത് തിരിഞ്ഞിട്ടുണ്ടോ? മുസ്ലിയാരായതിനെ നേരെ മേലക്കൊന്ന് വായിക്ക്. വഖൂലു നിങ്ങൾ പറയണം അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഹാദാ അബൂബക്കർ യസ്തഅ്ദിനു എന്ന് പറയണം. നബിന്റെ ഖബറിന്റെ അടുക്കൽ വാതിലിന്റെ അടുക്കൽ പോയി നിന്നുകൊണ്ട് പറയണം എന്ന് പറയണം. ഫൈൻ അദിന ലക്കും വഫതൽ ബാബ് വകാനൽ ബാബ് മുഗ്ലഖാ എന്നിട്ടാ പറഞ്ഞത് ഫാദ്ഖുലു. അങ്ങനെയാണ് ഫദ്ഫനു, അല്ലാതെ ചോദിച്ചാതെ പറഞ്ഞതല്ല. ഇതെന്തിനാ പറഞ്ഞത്? രണ്ട് സംഗതിയാണ്. ഇവിടെ നിങ്ങളുടെ ഈ വാദം ചോദ്യമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതും ഇഹ്യാ തുറാത്തുൽ ഇസ്ലാമി ഇറക്കിയതാ. നിങ്ങൾ വായിച്ച നേരത്തെ ഫത്വ പോലെ ഇഹ്യാ തുറാത്തുൽ ഇസ്ലാമി ഇറക്കിയ പുസ്തകം തന്നെയാണ് ഇതും. ഈ പുസ്തകത്തിന് എത്ര പ്രാധാന്യമാണോ, ഈ പുസ്തകത്തിലെ ഈ കാര്യത്തിന് എത്ര പ്രാധാന്യമാണോ മുജാഹിദുകൾ നൽകുന്നത്, അതേ പ്രാധാന്യമേ നിങ്ങൾ വായിച്ചതിനും നൽകുന്നുള്ളൂ. പ്രമാണത്തിൻ്റെ പിൻബലമുണ്ടോ? മുജാഹിദുകൾക്കത് പുത്തിരിയല്ല. മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത സക്കരിയ സ്വലാഹി പോലും പറഞ്ഞതാ. ക്ലിപ്പ് ഇടേണ്ടോർത്തൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്, ജനങ്ങളത് കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഖുർആനിലും ഹദീസിലും വന്നതാണെങ്കിൽ ഞങ്ങളത് സ്വീകരിക്കും, അല്ലാത്തത് തള്ളിക്കളയും. ഇതിൻ്റെ വാക്കല്ല, സക്കരിയ സ്വലാഹിൻ്റെ വാക്കാ. ഖുർആനിനും ഹദീസിനും യോജിക്കുന്നത് സ്വീകരിക്കും, അതിനെതിരായിട്ടുള്ള തള്ളിക്കളയും. അതുകൊണ്ട് സിദ്ദീഖുൽ അക്ബറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ സംഭവം മുസ്ലിയാർക്ക് കിതാബ് തിരിയുന്ന എന്നാ തൊട്ടടുത്തുണ്ട് അബ്ദുൽ മാലിക്, അയാളെങ്കിലും പറഞ്ഞു കൊടുക്കും കരുതി. അദ്ദേഹവും പറഞ്ഞു കൊടുക്കുന്നില്ല. കുറേ കിതാബ് കൊണ്ടുവന്നു, ഏതെങ്കിലും ഒരു കിതാബ് എടുക്കുന്നുണ്ടോ? അതൊട്ടില്ല താനും. എന്നിട്ട് ആകെപ്പാടെ എന്നോട് ഇങ്ങോട്ട് പറയാണ്, സുല്ലമി അത് അവർ നിങ്ങട്ട് വിളിയാളം വന്നതാണ്, ഇവിടുന്ന് അങ്ങോട്ട് ചോദിക്കല്ല. ഇത്രമാത്രം ഇങ്ങൾക്കുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയില്ല കേട്ടോ. മുസ്ലിയാരാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്കേതായാലും നിങ്ങളത്ര ഇൽമില്ല എന്ന് ഞാൻ സമ്മതിച്ചു തരാം, അതത്ര വലിയൊരു പ്രശ്നമൊന്നുമല്ല എന്ന് വെച്ച് നിങ്ങളെ മുമ്പിൽ ഈ വിഷയത്തിൽ പ്രമാണബന്ധിതമായി തന്നെയാണ് കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇഹ്യാ തുറാത്തുൽ ഇസ്ലാമിയിലോ ലജ്നത്ത് ദായിമയിലോ ആര് എന്ത് എവിടെ പറഞ്ഞാലും മുജാഹിദ് പ്രസ്ഥാനം തെളിവുള്ളത് സ്വീകരിക്കും, തെളിവില്ലാത്തത് സ്വീകരിക്കില്ല. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാട്. പിന്നെ ഇവിടെ ഇതുവരെയുള്ള പ്രശ്നം എന്താ? ജിന്നിനോട് സഹായം ചോദിക്കുന്നതിൽ വസീലത്ത് ശിർക്കുണ്ടെന്ന ഉമർ മൗലവി അദ്ദേഹത്തിൻ്റെ ഫാത്തിഹയുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ പറഞ്ഞു. ശ്രദ്ധിച്ചോ, പ്രാർത്ഥനയെ പറ്റി ചില വിവരദോഷികൾ, ആ വിവരദോഷികൾ ആരായാലും പിന്നെ അതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം വിശദീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. പ്രാർത്ഥനയെ പറ്റി ചില വിവരദോഷികൾ ഒരു കുഴപ്പം ഇളക്കി വിട്ടിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ജിന്നിൻ്റെ വിഷയത്തിൽ ഇളക്കി വിട്ടതുപോലെ ഒരാൾ കിണറ്റിൽ വീട് പോയാൽ കരയിൽ നിൽക്കുന്നവരെ വിളിച്ച് രക്ഷ തേടലും മൊയ്യദ്ദീൻ ശൈഖിനെ വിളിച്ച് രക്ഷ തേടലും രണ്ടും ഒരുപോലെയാണെന്ന് അവർ പ്രസംഗിക്കുന്നു. ഇപ്പം ജിന്നിനെ വിളിച്ചു തേടലും ഒരേപോലെയാണ് എന്ന്
ഫൈസൽ മുസ്ലിയാരും കൂട്ടരും പ്രസംഗിക്കുന്നു. കരയിൽ നിൽക്കുന്നവരെ വിളിച്ചു തേടുന്നതിൽ യാതൊരു ദോഷവുമില്ലാത്തതുപോലെ മൊയ്യദ്ദീൻ ശൈഖിനെ വിളിച്ചു തേടുന്നതിലും യാതൊരു ദോഷവുമില്ലെന്ന് സാരം. ജിന്നിനെ വിളിച്ചാലും അത് ശിർക്കാവൂല എന്ന് ഫൈസൽ മുസ്ലിയാരും കൂട്ടരും വാദിക്കുന്നു. പ്രാർത്ഥന ആരാധനയാണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ വങ്കത്തം വിളമ്പുന്നത്. മൊയ്യദ്ദീൻ ശൈഖിനെ വിളിക്കാൻ പാടില്ലെങ്കിൽ വാതിൽ മുട്ടി വിളിക്കലും പാടില്ലെന്ന് ചില വിവരദോഷികൾ തർക്കിക്കുന്നതായി അറിഞ്ഞു. അപേക്ഷ പ്രാർത്ഥനയായിട്ടും അല്ലാതെയുമുണ്ട്. ഉദാഹരണത്തിലൂടെ കാര്യം വ്യക്തമാക്കാം. അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു അത് കേൾക്കുകയും കാര്യം അറിയുകയും ചെയ്യുമെന്നുറപ്പാണ്. അദൃശ്യമായ മാർഗത്തിലൂടെയാണത്. കത്തയക്കുന്നില്ല, കമ്പി അയക്കുന്നില്ല, ഫോൺ ചെയ്യുന്നില്ല, ടെലക്സ് അയക്കുന്നില്ല. ഇതൊക്കെ മുസ്ലിയാരെ ശ്രദ്ധിച്ചോ, ഇതൊക്കെ ഭൗതികവും ദൃശ്യവുമായ മാർഗമാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ജിന്നുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുമോ? ജിന്നിനെ കത്തയക്കാൻ ഫ്രം വെച്ചിട്ട് ഫൈസൽ മുസ്ലിയാർ എടക്കര, അതേപോലെ തന്നെ ആ കോളേജിൻ്റെ മനാറുൽ ഹുദ എന്ന അഡ്രസ്സ് എഴുതിയിട്ട് ജിന്നിനെ കത്തയക്കാൻ പറ്റുമോ? അങ്ങനെ കത്തയക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് ഉമർ മൗലവി പറയുന്നത്. ഇത് അള്ളാഹിനോടുള്ള ഈ ചോദ്യം അള്ള കേൾക്കുന്നത് ഫാക്സ് അയച്ചിട്ടോ കത്തയച്ചിട്ടോ കമ്പി ചെയ്തിട്ടോ അല്ല. ഇതൊക്കെ ഭൗതികവും ദൃശ്യവുമായ മാർഗമാണ്. ഇതൊന്നും കൂടാതെ അള്ളാഹു അറിയുമെന്നുള്ളത് ഉറപ്പാണ്. ആവശ്യം നിർവഹിച്ചു കൊടുക്കുവാൻ തീർച്ചയായും അള്ളാഹുവിന് കഴിവുണ്ട്. അവൻ ഉദ്ദേശിച്ചാൽ ആ കഴിവ് പ്രയോഗിക്കും. ഈ തരത്തിലുള്ള അപേക്ഷയാണ് പ്രാർത്ഥന. അദൃശ്യമായ മാർഗത്തിൽ സമർപ്പിക്കുകയും അദൃശ്യമായ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അപേക്ഷ. ഈ അപേക്ഷ ജിന്നുകളോട് നടത്തിയാൽ അത് ശിർക്കാണ്. എന്നാൽ ഇതല്ലാത്ത അനുവദനീയമായ കത്തടിച്ചുകൊണ്ടോ ടെലക്സ് അയച്ചുകൊണ്ടോ ഇമെയിൽ അയച്ചുകൊണ്ടോ സക്കരിയ സ്വലാഹി യാ ഇബാദല്ലാഹ് എന്ന കോഡ് ഭാഷ പഠിപ്പിച്ചെന്നല്ലോ, ആ കോഡ് ഭാഷ ഉപയോഗിച്ചോ ജിന്നിലേക്കെത്താൻ, ജിന്നുമായി ബന്ധപ്പെടാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ ആ രീതിയിൽ അവരോട് ചോദിച്ചാൽ അത് അവർക്കുള്ള പ്രാർത്ഥനയാണ്, അത് ശിർക്കാണ്. ഇതിനെതിരായി ഉമർ മൗലവി അദ്ദേഹത്തിൻ്റെ സൽസബീലിൽ എഴുതുകയില്ല. ഇതിനെതിരായി ഉമർ മൗലവി എഴുതൂല. ഉമർ മൗലവി എഴുതിയതിൽ നിങ്ങൾ പറയുന്ന ആ വാദമയിലില്ല. ജിന്നിനോട് സഹായം തേടാമെന്നോ തേടിയാൽ അത് ഹറാമാണ്, വസീലത്ത് ശിർക്കാണെന്നോ ഇല്ല. പക്ഷെ നിങ്ങളെ വാദം അനുസരിച്ച് ഉമർ മൗലവി ആ പറഞ്ഞതിൽ എന്തുണ്ടാവണം? വസീലത്ത് ശിർക്ക് ഉണ്ടാവണം. അപ്പോൾ വസീലത്ത് ശിർക്ക് ഉമർ മൗലവി പഠിപ്പിച്ചു എന്നാ അതതിലുണ്ടോ? കാണിച്ചു തരാൻ പറ്റും നിങ്ങൾക്ക്? ചോദ്യമല്ല, അപ്പം നിങ്ങൾക്ക് അവസരമില്ല. ഇനിയുണ്ടല്ലോ അടുത്തുള്ള 10 മിനിറ്റ്, അതിലെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ഉമർ മൗലവി സൽസബീലിൽ ഇത് ശിർക്കാവുകയില്ല, അത് വസീലത്ത് ശിർക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ വളരെ കൃത്യമായി പറഞ്ഞുവല്ലോ. ലോകത്ത് ഇന്ന് വരെ ഒരു സലഫി പണ്ഡിതനും കൊണ്ടുവന്നിട്ടില്ലാത്ത ഒരു പുതിയ വാദമാണ് ഈ ജിന്നുവാദികൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതെന്താ? ഹയ്യും ഹാലിറും ഖാദിറുമായ മുസ്ലിം ജിന്നിനോട് ആ ജിന്നിൻ്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ ഹറാമയാകൂ, വസീലത്ത് ശിർക്കാകൂ, ശിർക്കാവുകയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്, ജിന്നിനോട് സഹായം ചോദിക്കുന്നതിനെ പടച്ച തമ്പുരാൻ നമുക്ക് ഒരു കാരണമാക്കി, ഒരു സബബാക്കി നിശ്ചയിച്ചു തന്നിട്ടുണ്ടോ? സബബ് എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയണത് നിങ്ങൾക്ക് പൊള്ളുന്നുണ്ട്. കാരണം എന്താ അറിയോ? സാധാരണക്കാർ ചിന്തിക്കും. അതിൻ്റെ ഫലമാണല്ലോ കഴിഞ്ഞ 6 കൊല്ലമായി രഹസ്യമായി നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത അതിനിഗൂഢമായ പ്രവർത്തനം. ഈ ചീട്ട് കൊട്ടാരം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു.